പ്രൈസ് ദി ലോർഡ്. രമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി ഇന്ന് നമ്മോടൊപ്പം സമയം ചെലവഴിപ്പാൻ തക്കൊണ്ട് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി ബേബി സരോജ ആൻറ്റിയാണ്. തിരുവനന്തപുരത്തെ കോവളത്ത് നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്, ഒരുപാട് കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ അനുഭവങ്ങൾ, താൻ രോഗിയായി തീർന്ന സാഹചര്യങ്ങളെക്കുറിച്ച്, ഒരു ഘട്ടത്തിൽ താൻ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആകുവാൻ, ICUവിൽ അഡ്മിറ്റ് ആകുവാൻ, വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ താൻ കടന്നു പോകാനൊക്കെ ഇടയായി തീർന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ അത്ഭുതകരമായ രോഗസൗഖ്യവും ഒരു തിരിച്ചു വരവും ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. തൻ്റെ നല്ല ഓർമ്മകളിലൂടെ നമുക്ക് അല്പസമയം ശ്രദ്ധയോടെ കേൾക്കുവാനും പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി രമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? ഓക്കെ. രമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ആൻറ്റിയെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം കോവളത്ത് നിന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ആകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. രമ ടി വിയിലെ ആന്റിയുടെ സാക്ഷ്യം കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുക. ആന്റിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തുടർമാനമായിട്ട് സംസാരിക്കാം കേട്ടോ. കുട്ടിക്കാലം മുതൽ ഇങ്ങോട്ടുള്ളതായ ഓർമ്മകള്, മാതാപിതാക്കന്മാരെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച്, ബാല്യകാല സ്മരണകള്, അതുപോലെ കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന സാഹചര്യം, കർത്താവ് ചെയ്ത ഉപകാരങ്ങള്, സൗഖ്യം, രോഗസൗഖ്യം എല്ലാം പറയാം. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആന്റിയുടെ സഹോദരങ്ങളെ കുറിച്ചും മാതാപിതാക്കന്മാരെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സഹോദരങ്ങളെ കുറിച്ച് എന്റെ കുടുംബത്തെ കുറിച്ചല്ലേ? അതെ 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 അതെ. ഇത് എന്റെ കുടുംബത്തില് പിന്നെ എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ 4 മക്കളാണ്. 4 മക്കളാണ് എന്റെ അമ്മയ്ക്കുള്ളത്. അത് എന്റെ അമ്മയാണെങ്കിൽ പിന്നെ ചെവിയും കേട്ടൂട, സംസാരിക്കില്ല, ഒരു പൊട്ടിയാണ്. അവനാണെങ്കിൽ ഞങ്ങൾ ചെറുപ്പത്തിലെ കളഞ്ഞിട്ട് വീട്ടിൽ പറയുന്നു. അത് മരിച്ച നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആണ്. പിന്നെ ഞങ്ങള് 4 മക്കളുണ്ട്. അതില് 3 അതിൽ ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി 3 പേര് മരിച്ചുപോയി. അതിനിടയ്ക്ക് അപ്പൊ ഞങ്ങള് 4 മക്കൾ 3 പേര് മരിച്ചു. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അപ്പൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങളെ വളർത്തിയത് എൻ്റെ അമ്മയുടെ സഹോദരന്മാരും അപ്പൂപ്പനും അമ്മമ്മ, വല്യമ്മച്ചി, അങ്ങനെ അവരെല്ലാരും കൂടെയാണ് ഞങ്ങളെ വളർത്തിയത്. 4 മക്കളെ വളർത്തിയത്. എൻ്റെ സഹോദരനും അനിയത്തി ഇപ്പൊ ഇടക്കാലങ്ങൾ 1-2 വർഷമായുള്ളൂ മരിച്ചിട്ട്. അന്നേരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ അവരെല്ലാരും അങ്ങനെ വളർത്തിയത്. അപ്പൊ ഞാൻ ഒരു 8 വയസ്സ് വരെ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പിന്നെ ഇതിനിടയിൽ വെച്ച് എനിക്ക് കൊച്ചൻ പ്രായത്തില് എൻ്റെ 5 വയസ്സില് എന്നെ ഒരു കിടായ ആട് എൻ്റെ കാലിനെ ചുറ്റി തള്ളിയിട്ട് എൻ്റെ തൊട ഇണിയെയും മുട്ട് പൊടിയുകയും ചെയ്തു. ഒടുവില് അത് അങ്ങനെയൊക്കെ പിന്നെ ആശുപത്രിയൊക്കെ ആയി. അത് കഴിഞ്ഞ് എൻ്റെ 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിണറ്റിനകത്ത് വീണു. കിണറ്റിനകത്ത് വീണ് പിന്നെ അതിനകത്ത് വലിയ പാമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇറക്കാൻ പറ്റാത്തൊരു കിണറാണ്. എങ്കിലും അവിടെ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഈ അപകടഘട്ടത്തിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ ഞാൻ പോയെങ്കിലും, പിന്നീട് 2ാം ക്ലാസ് വരെ പോയെങ്കിലും ഞാൻ പഠിച്ചിട്ടില്ല. കാരണം ഞാൻ പോകുന്ന സമയത്ത് വെളിയിരുന്ന് കളിക്കും, ക്ലാസ്സിനകത്ത് കയറില്ല. അങ്ങനെ പുറത്തിരുന്ന് കുട്ടികളെ കൂട്ടത്തിരുന്ന് കളിക്കുകയും എടുക്കുകയും ചെയ്യും. അങ്ങനെ സ്കൂളിൽ ക്ലാസ്സിനകത്ത് കയറാതെ അങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് പിന്നെ എൻ്റെ ടീച്ചറിന്റെ ഒരു മകളെ സ്കൂളിൽ കൊണ്ടുവന്നു. അപ്പോഴെനിക്ക് 8 വയസ്സ് പ്രായം ഉണ്ട്. അപ്പം അങ്ങനെ സ്കൂളിൽ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ പോവാതെ അവിടെ തന്നെ ഇരുന്ന് ടീച്ചർ എനിക്ക് ആഹാരം തന്നു, കഴിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, ബേബി സാർ എന്ത് വീട്ടിൽ പോവാത്ത? ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല എന്ന് പറഞ്ഞ്. അപ്പൊ വാവയെ കളിപ്പിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴ് ടീച്ചറിന്റെ ആഹാരം എനിക്ക് തരികയും കഴിക്കുകയും ചെയ്തു. 4 മണിക്ക് ക്ലാസ് വിട്ടപ്പം ടീച്ചർ പാറോട്ടുവണം സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങളെ നാട്ടില്, എൻ്റെ നാട്ടില്. അപ്പൊ അങ്ങനെ
ആ ടീച്ചറിന്റെ കൂട്ടത്തിൽ ഞാനും കൂടെ സ്കൂൾ വിട്ട് അവർ ബസ്സിൽ കയറിയപ്പോൾ ഞാനും കൂടെ ആ ബസ്സിൽ കയറി. കാരണം ഈ കുഞ്ഞ് ആ ബസ്സിൽ കയറിയപ്പോൾ ഞാനും കൂടെ അങ്ങ് ബസ്സിൽ കയറി. അപ്പൊ ഈ ബസ്സിൽ കയറിയ സമയത്ത് എനിക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്ലാമൂട്ടിൽ വന്നപ്പോ ടീച്ചറും ഈ കുഞ്ഞും ഞാനുമായിട്ട് അവിടെ ഇറങ്ങി. ഇറങ്ങിയപ്പോഴാണ് ടീച്ചർ എന്നെ കാണുന്നത്. അപ്പൊ ടീച്ചർ എന്നെ കണ്ടോണ്ട് ചോദിച്ചു, ബേബിച്ചർ എന്തോന്നാണ് ഇത് കാണിച്ചത്, ഇതെങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സാറിന്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, അയ്യോ അങ്ങനെ പറ്റൂല, അങ്ങ് വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കരുത്, എന്റെ അപ്പൂപ്പനാണെങ്കിൽ ഒരു പട്ടാളത്തുകാരനുമാണ്, പട്ടാള ചട്ടമൊക്കെ ഉള്ള ഒരാളാണ്, അതുകൊണ്ട് എന്നെ അടിക്കും, എന്നെ അങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല, എന്റെ ഒരു പേടിയാണ്, ഞാൻ പറഞ്ഞു എന്നെ അടിക്കും, അതുകൊണ്ട് ഞാൻ പോവില്ല, അങ്ങനെ എന്നെ ടീച്ചറാക്കണം, ഞാൻ എവിടെയെങ്കിലും പോയി ഞാൻ മരിച്ചു കളയുമെന്ന് സാറിനോട് പറഞ്ഞു. ഒടുവിലെ സാറ് പിന്നെ അവിടെ നിർത്തിയിരുന്നില്ല. കാരണം ആൾക്കാരെല്ലാം വന്ന് കൂടുമ്പോ അറിയുമല്ലോ എന്ന് പ്ലാമൂട്ടിൽ നിന്നും സാറിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. പ്ലാമൂട്ടിൽ അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം എന്നെ ഒളിപ്പിച്ച് 1 മാസം വരെ അവിടെ വെച്ചിരുന്നു. കാരണം പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന്. എന്നാൽ ആ സമയത്ത് വൈകുന്നേരം 4 മണി കഴിഞ്ഞ് 5 മണിയായി, 5, 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ നിന്നും എന്റെ കൊച്ചപ്പന്മാരും മാവന്മാരും എന്റെ അപ്പൂപ്പനും അണ്ണനുമായിട്ട് അണ്ണൻ അടിയൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ കൊണ്ടുവന്നു. അപ്പൊ ആ പ്ലാമൂട്ടിലുണ്ടെന്ന് അപ്പൂപ്പൻ തിരക്കിയപ്പം അവിടെ ഇരുന്ന മുറുക്കാൻ കടക്കാർ പറഞ്ഞു, ഇന്നതുപോലെ ഒരു ബസ്സിൽ ഇങ്ങനെ കയറി പോകുന്നതായിട്ട് കണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചൊക്കെ വെച്ചിട്ടാണ് അപ്പൂപ്പൻ ഇങ്ങനെ വന്നത് അവിടെ. അങ്ങനെ വന്നപ്പം ദൂരെ നിന്ന് ഞാൻ എന്റെ അപ്പൂപ്പനെ കണ്ടു. കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇതാ അപ്പൂപ്പനും എല്ലാവരും ഇതാ പറഞ്ഞ് എന്നെ ഇറക്കി വിടരുത്, വിട്ടാൽ ഞാൻ ഇവിടെ എവിടെ കൂടെയെങ്കിലും പോയി, ഞാൻ എവിടെയെങ്കിലും പോയി മരിച്ചു കളയും, എന്നെ വിടരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു. ഇതിനിടയ്ക്ക് അവരവിടെ നിന്ന് കുറെ ദൂരം നടന്നിഞ്ഞ് കയറി പറഞ്ഞത് എനിക്ക് കാണാമായിരുന്നു. അങ്ങനെ ഒടുക്കം ടീച്ചറൊക്കെ എന്നെ ഒളിപ്പിച്ചു അവിടെ. അവിടെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് അവർ വെളിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞ്, വന്നപ്പം പറഞ്ഞ്, ഇവിടെ അങ്ങനെ വന്നിട്ടില്ല, വന്നിട്ട് ഞങ്ങൾ അപ്പോഴും തന്നെ അങ്ങ് ഏൽപ്പിക്കൂലായിരുന്നോ, വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിനകത്തൊക്കെ വേണേൽ കയറി നോക്കാനൊക്കെ പറഞ്ഞു എന്നെ അവിടെ ഒളിപ്പിച്ചൊക്കെയാണ് വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് അവരങ്ങ് പോയതിന് ശേഷം എന്നെ 1 മാസം പുറത്തിറക്കാതെ അവർ ഒളിച്ചു വെച്ചിരുന്നു, ഒളിപ്പിച്ച്. കാരണം അയലുകാർ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് പിന്നെ നേരെ എന്നെ പത്തനംതിട്ടത്തേക്ക് ആ ടീച്ചറെ കൊണ്ടുപോയി. പത്തനംതിട്ട അവരുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അമ്മയുടെ ചേച്ചിക്ക് അപ്പോഴേ ഒരു 10-70 വയസ്സ് പ്രായം വരും. അമ്മച്ചിക്ക് ആ മക്കൾ ഒരു മോനേ ഉള്ളൂ, പെൺമക്കളൊന്നുമില്ല, വേറെ മക്കളും ഇല്ല. അപ്പൊ അമ്മച്ചിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായി, ഭയങ്കര ഇഷ്ടമായി. ഒരു കൊച്ചു മക്കളോട് ഉള്ള സ്നേഹം പോലെ എന്നോട് ഭയങ്കര സ്നേഹവും കരുതലും ഒക്കെ ആയിരുന്നു. അപ്പോ ഞാൻ അവിടെ, അപ്പൊ ഞാൻ 2ൽ പഠിക്കുന്നെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല, ചുമ്മാ പോയി ക്ലാസ്സിൽ. അങ്ങനെ അവിടെ വെച്ച് പിന്നെ റോഡിന്റെ സൈഡിലാണ്, വഴിയിലാണ്, അതായത് മെയിൻ റോഡിന്റെ കരയിലാണ് ഈ വീട്. അതുകൊണ്ട് എന്നെ ആ സൈഡിൽ പോലും കളിക്കാൻ ഒന്നും വിടൂല. മുകളിലോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മുകളിലോട്ട് എന്നെ കളിക്കാൻ വിടും, റബ്ബർ തോട്ടമാണ്, കളിക്കാൻ വിടും. അല്ലാതെ താഴോട്ട്, കാരണം ആരെങ്കിലുമൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും എന്നെ കാണുമെങ്കിലോ അത് കുറ്റമാവൂലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മുകളിലോട്ടാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നെ ആരാധനയ്ക്ക് പോകുമ്പോൾ അവര് മർത്തോമക്കാരാണ്. ആരാധനയ്ക്ക് പോകുമ്പോൾ അവരുടെ വാഹനത്തിൽ കൂടെ എന്നെയും കൂടെ കയറ്റി ആരാധനയ്ക്ക് പോകുകയും തിരിച്ചതുപോലെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ എന്നെ സ്കൂളിൽ വിട്ട് എന്നെ പഠിപ്പിക്കാനും അവർക്ക് പറ്റൂലായിരുന്നു. എനിക്കാണെങ്കിൽ അറിവുമില്ല, എനിക്ക് പഠിക്കാൻ പോണമെന്ന് വാശി പിടിക്കാൻ പറയാനും അറിഞ്ഞുകൂടാ. അങ്ങനെ അവരും പേടിച്ച് വിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആ അങ്ങനെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ കഴിഞ്ഞു വന്നപ്പോ അങ്ങനെ ടീച്ചറും അവിടെയുള്ള പാപ്പച്ചൻ എന്ന് പറഞ്ഞ അവർക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. സ്വന്തം മക്കളെ പോലെ എന്നെ നോക്കി കരുതി എല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോ എന്റെ വീട്ടിലാണെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കാരണം സ്കൂളിന്റെ അടുത്താണ് എന്റെ അപ്പൂപ്പന്റെ ഞങ്ങളെ കുടുംബ വീട്. അവിടെ പിന്നെ എപ്പോഴും പ്രശ്നമായി. അവനെ സ്കൂളിൽ ചെന്നിടന്ന് വഴക്ക് ഉണ്ടാക്കുകയും ഭയങ്കര ബഹളമായി. പിന്നെ അന്ന് മൊബൈലുകളൊന്നും ഇല്ല, പത്രങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലുള്ള അന്വേഷണങ്ങളൊന്നും അന്ന് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര വീട്ടിൽ ഭയങ്കര വഴക്ക്, സ്കൂളിൽ വന്ന് നടന്ന വഴക്ക്, ഇവിടെ വന്നിടത്താണ് അവളെ കാണാതെ പോയതെന്നും പറഞ്ഞ് ഭയങ്കര വഴക്കും പ്രശ്നമാകുമ്പോ ഈ ടീച്ചർ അവരുടെ സമാധാനത്തിന്, എന്റെ അമ്മ പൊട്ടിയാണ്, അമ്മ എപ്പോഴും നെഞ്ചിൽ കടന്ന് ഇടിക്കുകയും കരയുകയും വിളിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് സഹി മുട്ടിയപ്പം ടീച്ചർ ഒരു കാര്യം ആലോചിച്ചെന്ന് റൂമൊക്കെ ഇടാൻ തുടങ്ങി. അപ്പൊ ഊമക്കത്തിൽ കൂടെ ഞാൻ എഴുതുപോലെ ഊമക്കത്ത് എഴുതി അങ്ങനെ എന്റെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പോസ്റ്റ് വഴി ആയിരിക്കാം, അങ്ങനെ ഇട്ടു. അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ബേബി സരോജത്തിന്റെ അമ്മയും വീട്ടുകാരെല്ലാം ഭയങ്കര ബഹളമാണ് അവിടെ ക്ലാസ്സിൽ, സ്കൂളിൽ എന്നും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ച് ഊമക്കത്ത് ഇട്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കണമെന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് അഡ്രസ് ഇല്ലാതെ ഇടുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പൊ ഈ എടുത്ത് വീട്ടിൽ കെട്ടിക്കൊണ്ടിരുന്നപ്പോ അവര് സമാധാനമായിട്ട് കഴിഞ്ഞെന്ന് ഞാൻ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു.
ഞാൻ 18 വയസ്സിൽ തിരിച്ചു വന്നപ്പോഴാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറയണത് എന്റെ വീട്ടുകാർ. അപ്പൊ ഈ എടുത്ത് കിട്ടിയപ്പോ അവര് എന്നിട്ട് പറയും പിന്നെ 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 അവർ എഴുതുമ്പോ ഇങ്ങനെ എഴുതുമായിരുന്നെന്ന്, എന്നെങ്കിലും ഞാൻ മരണ സമയത്ത് അറിയിച്ചിട്ട് ഞാൻ വരും എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്നെങ്കിലും വരുമ്പം ഞാൻ അറിയിച്ചിട്ട് വരും എന്ന് പറഞ്ഞാണ് ഊമക്കത്ത്. അങ്ങനെ 18 വയസ്സ് വരെ ഞാൻ അവിടെ നിന്നു. 18 വയസ്സായപ്പം എന്നെ വീട്ടില് കൊണ്ടാക്കണം. അപ്പം എന്റെ വീട്ടില് ആക്കണമല്ലോ. അങ്ങനെ വെച്ചിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു, നിന്നെ ഇന്നത് രാവിലെ വെളുപ്പിനെ ഒരു 6 മണിക്ക് 6:30ക്ക് നമുക്ക് പോണം, നീ ഒരുങ്ങണം. അങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം എനിക്ക് തരാനൊക്കെ അവര് അത് സ്നേഹം കൊണ്ട് അങ്ങനെ ഒരുപാട് ആഭരണങ്ങൾ അതും ഇതൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചു. അങ്ങനെല്ലാം ചെയ്ത് അവര് അവിടെ ഉള്ള അമ്മച്ചിയുടെ മകനും മരുമകളും എന്നെയും കൂടെ കൊണ്ട് ഞങ്ങളിങ്ങനെ ബസ് കയറി വരികയാണ്. അപ്പൊ വന്നപ്പം പാണമ്മള, പരുത്തിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, 2 സ്ഥലമുണ്ട്. അപ്പൊ ഈ 2 സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ഇറങ്ങാം. അപ്പം അങ്ങനെ അവിടെ എത്താറ്. അപ്പൊ എന്നോട് ഒരു പറഞ്ഞു, ഈ അമ്മച്ചിയുടെ മോനും മരുമോളും എന്നോട് പറഞ്ഞു, സരോജ ഒരു കാര്യം ചെയ്യണം, അവിടെ ആ സ്ഥലം എത്താറാകുമ്പോ ഞങ്ങളോട് യാത്ര കേട്ടിട്ട് ഇറങ്ങരുത്. പിന്നെ അങ്ങ് സരോജ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. സരോജ ആൾക്കാരെ കാണുമ്പോൾ അറിയാമല്ലോ, അപ്പൊ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി, ഞങ്ങളെ അടുത്ത് പോണ് എന്ന് പറയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെല്ലാം പഠിപ്പിച്ചാണ് കൊണ്ടുപോയത്. അവിടുത്തെ പാണമള ചെന്നപ്പോ കുറെ പേര് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, എല്ലാരും അതാ നിൽക്കുന്നത്, എന്നെ അടിക്കുവോ എന്തോ, പേടിയായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴ് തിരിച്ച് അവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ മനസ്സ് തയ്യാറാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ ഇറക്കണ്ട, പരുത്തിപ്പാറ പോയി ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ പരുത്തിപ്പാറ പോയി ഇറങ്ങിയപ്പോ അവിടെ നിൽക്കുന്നു ആൾക്കാർ. അപ്പോഴ് അവിടെ നിൽക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ മസിൽ പിടിച്ചിട്ട് ചിന്തിച്ചു, അതോ എന്തെങ്കിലും കാണിച്ചാലും ഞാൻ അതിനപ്പുറം നിൽക്കാന്ന് വിചാരിച്ച് മനസ്സ് തയ്യാറാക്കി. ഞാൻ മിണ്ടാതെ എന്റെ വലിയ ബാഗൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് ഇട്ട് ആരോഗ്യ സഹായിച്ചെടുത്ത് പരുത്തിപ്പാറ ബസ് സ്റ്റോപ്പിലിട്ട് ഞാൻ ഇറങ്ങിയപ്പോ എന്റെ അപ്പൂപ്പൻ എല്ലാരും കൂടെ ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്നെ ഇത്രയും കാലം തിരക്കണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ചുമ്മെങ്കിലും ഒക്കെ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. ഇത്രയും കാലം എന്നെ വേണ്ടായിരുന്നു, ഇപ്പൊ വന്നിരിക്കണം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മാരാനായിട്ട്, വേണ്ട ഇവിടെ എന്ന് പറഞ്ഞ ഒരു പിണക്കമൊക്കെ ഞാനും കാണിച്ചു. അപ്പൊ പറഞ്ഞു, മക്കളെ നിനക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് സങ്കടങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു. അവര് സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞ് ഒക്കെ ചെയ്ത് എന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഈ പറഞ്ഞ അമ്മച്ചിയുടെ മകനും മരുമകളും ഇവര് നേരെ തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ പോയി. അപ്പൊ ഇതിനിടയ്ക്ക് എന്നെ നേരെ എവിടെ കൊണ്ടുപോയി എന്തൊക്കെ വാങ്ങിച്ചു പറക്കി തരാനും എന്തോ കാണിക്കാനും, പാമ്പിന്റെ കളി എന്തോ കാണിക്കാനും എന്നെ അവര് യാത്ര ചെയ്ത് നേരെ തമ്പാനൂർ അടുത്ത് കൊണ്ട് ചെല്ലുകയാണ്. എന്തിനാണ് എനിക്ക് അത്ര പിടി കിട്ടുന്നില്ല കൊണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ അമ്മച്ചിയുടെ മോനും മരുമകളും ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു, തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു അങ്ങ് പോകാനായിട്ട്. അപ്പം എന്നെ കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് അവരങ്ങ് മറിഞ്ഞു കളഞ്ഞ്. അവർക്കൊരു തോന്നല് ഞാൻ വല്ല അടിക്കാനായിട്ട് ആൾക്കാർ കൂട്ടിക്കൊണ്ടേറ്റ് വന്നതാണോ എന്ന് അവർക്ക് തോന്നിയിട്ട് അവരങ്ങ് മാറിക്കളഞ്ഞു. കാരണം അവരങ്ങ് പെട്ടെന്ന് മറിഞ്ഞു. തിരിച്ച് എനിക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചെല്ലാം തന്നു. ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പൊ ഈ 18 വയസ്സിന് ഞാൻ വീട്ടിൽ മടങ്ങി വരികയാണ്. അപ്പൊ ഈ 18 വയസ്സിന് ഞാൻ വീട്ടിൽ മടങ്ങി വന്നതിന് ശേഷം 19 വയസ്സിൽ 18 വയസ്സിൽ വന്നു. പിന്നെ പിന്നെ 19ാമത്തെ വയസ്സിൽ പിന്നെ എന്റെ കല്യാണമാണ്. അപ്പൊ ഈ 19ാമത്തെ വയസ്സ്, അപ്പൊ ഞാൻ CSA കുടുംബത്തിൽ ജനിച്ച് വളർന്നവളാണ്. 19 എന്റെ അപ്പൂപ്പനും മാമന്മാരെല്ലാം ഡീക്കനും കപ്പ്യാരും ഒക്കെയാണ്. അപ്പം ഈ എന്റെ കല്യാണം 19ാമത്തെ വയസ്സ് CS-ലുള്ള ഒരു ആളാണ് വന്ന് എന്നെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ എന്നെക്കാട്ടിയും ഒരു 20 വയസ്സ് കൂടുതൽ എന്റെ ഭർത്താവിനുണ്ട്. അങ്ങനെ വന്ന് കല്യാണം കഴിച്ച് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ അവിടെ എന്റെ ഭർത്താവും ചിലവര് അവരുടെ അനിയന്മാരും ചില സഹോദരിയും CSക്കാരാണ്. ബാക്കി ചിലവര് പാസ്റ്റർമാരായിട്ടുണ്ട്, ബെന്തിക്കോസ് വിശ്വാസികളായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എന്റെ ഭർത്താവിന്റെ അമ്മ ബെന്തിക്കോസ് വിശ്വാസിയാണ്. 35 വർഷം കൊണ്ട് അവർ മരുന്നേ തൊടുവില്ല. അങ്ങനത്തെ ഒരു വിശ്വാസിയാണ് എന്റെ ഭർത്താവിന്റെ അമ്മ. അങ്ങനെ ആ വീട്ടിലാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം എന്റെ വീട്ടിലാണെങ്കിൽ പട്ടിണി എന്തെന്നോ കഷ്ടപ്പാട് എന്തെന്നോ ഏതൊരു വിധമായ പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. വയറ് പോലും നിറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ആഹാരം എന്റെ വീട്ടിൽ കഴിക്കാനുണ്ട്. തിരിച്ച് പത്തനംതിട്ട പോയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇഷ്ടംപോലെ പട്ടിണി എന്തെന്നോ കഷ്ടപ്പാട് എന്തെന്നോ വസ്ത്രം എന്തെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. യാതൊന്നും വിഷമം അറിയാതെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ 19 വയസ്സിൽ കല്യാണം കഴിച്ച് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് കഷ്ടപ്പാട് എന്ത്, ബുദ്ധിമുട്ടുകൾ എന്താണ്, ജീവിതം എന്താണ് എന്നാ പഠിച്ചത് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ അവിടെ വന്നതിന് ശേഷം പിന്നെ ഭയങ്കര കഷ്ടപ്പാടായി. ആഹാരങ്ങളൊന്നുമില്ല. അവിടെ വളരെ 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 കഷ്ടപ്പാടായി. ആ കഷ്ടപ്പാടെല്ലാം സഹിച്ച് അവിടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞപ്പോ ഇതിനിടയിൽ എന്റെ അമ്മ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് എന്നെ
ബന്ധിക്കോസ് അമ്മാവി എന്റെ അമ്മച്ചി, അതായത് എന്റെ ഭർത്താവിന്റെ അമ്മ പോകുന്ന സഭയിൽ കൂടെ എന്നെ കൂടെ കൊണ്ടുപോകും. എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്നെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ അവിടെ പോയി ഒരിടത്ത് ഇരിക്കും, അമ്മ ആരാധിക്കും, ഞാൻ അത് കണ്ടിച്ചിട്ട്. കാരണം ഈ അന്യഭാഷയൊക്കെ എന്ന് പറഞ്ഞു വരുന്നത് എനിക്ക് അന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ചിരിക്കും. അന്യഭാഷയിൽ നിന്നിട്ട് വീഴുമ്പോഴത്തേക്ക് ഞാൻ കരയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ആരാധന ചുമ്മാ പോയിക്കൊണ്ടിരുന്നു. പിന്നെ CSയിൽ പോവും. 8 മണി 8:30 ആരാധന CSയിൽ തുടങ്ങും. 10 മണിക്ക് അവിടെ ആരാധന. അത് കഴിഞ്ഞാണ് അങ്ങോട്ട് പോണത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇരുന്ന സമയം ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ എനിക്ക് 2 മക്കളാവുന്നുണ്ട്. 2 മക്കളെ കിട്ടുന്നു. ഈ മക്കളും കൂടെ ആയപ്പം പിന്നെ ഒന്നും പറയാനില്ല, മക്കൾക്ക് ഒന്നും കൊടുക്കാനില്ല, ഞങ്ങൾക്ക് ആർക്കും ഒന്നുമില്ല. അങ്ങനെ വളരെയധികം വേദനകളും കഷ്ടങ്ങളും. എന്റെ ഭർത്താവിന് കൂലിപ്പണി ചെയ്യാൻ അറിഞ്ഞുകൂടാ, ആരും കൂലിപ്പണിക്ക് വിളിക്കുകയുമില്ല, അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ആരോടും ഈ കഷ്ടപ്പാട് പറഞ്ഞിട്ടില്ല, ആരോടും പറയുകയില്ല. എനിക്ക് ഇഷ്ടമല്ല, എന്റെ വീട്ടിലോ നാട്ടുകാരോട് ആരോടും ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് കഴിയണം എന്നുള്ള വാക്ക് പറയുകയില്ല. അപ്പൊ അങ്ങനെ വളരെ കഷ്ടപ്പാട് സഹിച്ച് 2 മക്കളായി. പിന്നെ എന്റെ ഭർത്താവിന് കുറെ കടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കടം തീർക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എനിക്ക് കുറച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആഭരണങ്ങളെല്ലാം എന്നോട് ചോദിച്ചു, ഞാനും കൊടുത്തു. എനിക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെ, ചോദിച്ചു കൊടുത്തു. കുറെ ആഭരണങ്ങളൊക്കെ വിറ്റ് കടം തീർത്തു. എന്നിട്ടൊന്നും കടങ്ങളും തീർന്നില്ല. അങ്ങനെ കുറെ കടമുണ്ടായിരുന്നു. ഒടുവില് 2 മക്കൾ ഉള്ളപ്പം തന്നെ പിന്നീട് വീട് വിൽക്കണമെന്നുള്ളതായി. എന്റെ ഭർത്താവിന്റെ വീടിനെ വിൽക്കണമെന്നായി. അപ്പൊ എന്റെ ഭർത്താവ് വീട്ടിനെ ഒടുക്കം വിറ്റപ്പം ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ലാതെയായി. അല്പം ഉരുപ്പടി പണയം വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒന്നുമില്ലാത്തൊരു ഇത് വന്നു. ഞങ്ങൾ പിന്നെ വീട്ടിനകത്തുനിന്ന് വീട് കച്ചവടമായതിനു ശേഷം ഞങ്ങൾ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. 2 മക്കളും ഞാനും എന്റെ ഭർത്താവും വീട് വിട്ടിറങ്ങി. നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇതിനിടയില് മറ്റേ സൗഹാർദ്ദങ്ങളെല്ലാം അടുത്ത് പിന്നെ എവിടെയൊക്കെ അല്പം സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അവരങ്ങനെയൊക്കെ വെച്ച് വീടൊക്കെ വെച്ചൊക്കെ അവരങ്ങനെ മാറി. ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ മാറി. ഞങ്ങൾ ഒരു പിടിയില്ലാതെ ഇറങ്ങി. അവിടെ ഒരു പിടിയില്ലാതെ ഇറങ്ങിയിട്ട് പിന്നെ എവിടെയെങ്കിലും എത്തിച്ചേർന്നെങ്കിൽ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞും കൊണ്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ 5 പൈസ കയ്യിലുമില്ല. വസ്തു വിറ്റ് കടങ്ങൾ തീർത്ത് എല്ലാം തീർക്കാൻ കൂടെ ഇല്ലായിരുന്നു. ബാക്കി ഉരുപ്പടി എടുക്കാനും പൈസയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എന്റെ ഭർത്താവിന്റെ മുറയ്ക്ക് മോനായിട്ട് വരും. അവിടെ ഒരു 5-6 മക്കളുണ്ടായിരുന്നു. അവിടെ പിന്നീട് അവന്റെ അമ്മയും അവന്റെ അപ്പനും ഈ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കാരണത്താലും വിടൂല. ഞങ്ങള് കൈ തടഞ്ഞു നിർത്തി പോകാൻ പറ്റൂല. കാരണം അവരുടെ മനസ്സിന്റെ 2 മക്കളും കൊച്ചപ്പനും കുഞ്ഞമ്മയും അവര് എന്തെങ്കിലും ചെയ്ത് കളയും. അതിനാണ്. കാരണം അവർക്ക് ഒരിടത്തും ഒരു പിടിയില്ല. കട വരാത്തതിൽ കൊടുത്ത് ഞങ്ങള് കിടക്കാനും പറ്റൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് പറഞ്ഞും കൊണ്ട് എന്റെ വീട്ടിൽ ചെല്ലാൻ, എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ചെല്ലാനും പറ്റൂല. അങ്ങനെയായി. ഞാൻ അവിടെ ചെന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം എന്നോട് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവര് ബലാത്കാരമായിട്ട് അവരുടെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾ 1 മാസം അവിടെ താമസിച്ചു. അപ്പൊ ഈ 1 മാസത്തിന് മുമ്പേ തന്നെ ഒരു സാറ് ഞങ്ങളെ വീട്ടിന്റെ അടുത്ത്, എന്റെ ഭർത്താവിന്റെ വീട്ടിന്റെ അടുത്ത് ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു, എടേ ഒരു 19 സെന്റ് സ്ഥലം വരും, ഒരിടത്ത് കിടക്കും, ഞാൻ അത് വിൽക്കാൻ പോകുന്നത്, നിനക്ക് കാശുണ്ടെങ്കിൽ നീ അതിനെ വാങ്ങിയിട്ടെന്ന് പറഞ്ഞു. ഞങ്ങളതിൽ പൈസയൊന്നുമില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇന്നതുമല്ല, സാറ് പറയുകയാണ് 19 സെന്റ് സ്ഥലം ഇവിടെ കിടക്കണ്, പൈസ ഉണ്ടെങ്കിൽ കൊടുത്ത് വാങ്ങിക്കാൻ പറയുകയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഉരുപ്പടി എങ്ങനെയെങ്കിലും എടുക്കാം. അപ്പൊ പറഞ്ഞു, ഉരുപ്പടി എടുക്കാനായാലും രൂപയില്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഞാൻ പറഞ്ഞ് അതും ശരി തന്നെ, എങ്കിലും ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ആരുടെ എങ്കിലും പൈസ മറിച്ച് ഉടനെ നമ്മൾ കൊടുക്കുമല്ല, പൈസ മറിച്ച് ഉരുപ്പടി എടുത്ത് വിറ്റിട്ട് നമുക്ക് അവരുടെ കടവും തീർത്ത് നമുക്ക് വസ്തു എങ്ങനെയല്ലേ വാങ്ങിച്ചിട്ട് നമുക്ക് ഒരു കുത്തി മറിച്ചെങ്കിലും നമുക്ക് അവിടെ കിടക്കാം. അപ്പൊ എന്ന് പറഞ്ഞ്. അപ്പൊ ഇതിനിടയിൽ എല്ലാവർക്കും നമ്മളോട് ഭയങ്കര പുച്ഛമാണ്, പരിഹാസമാണ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്നോട് എന്ന് പറഞ്ഞു, ശരി എന്നാ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയെന്നോ പൈസ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഉരുപ്പടി എടുത്ത് വിറ്റ് അവരുടെ കടവും തീർത്തിട്ട് ഈ പൈസയ്ക്ക് 2700, അതായത് 3000-നകത്ത് ഒരു 19 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് വസ്തു ഇടപാട് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ വസ്തു വാങ്ങിച്ചെങ്കിലും ഞങ്ങൾ വിറ്റ വസ്തു 19.5 ഇവിടെ എന്റെ ഭർത്താവ് പറയും, നമ്മൾ 19 വസ്തു അവിടെ വിറ്റെങ്കിലും ഇവിടെയും നമുക്ക് 19 നമുക്ക് ദൈവം കണ്ടിരുന്നു എന്ന് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തുവാൻ. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ഇവിടെ കരുതിയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം വസ്തു ഇടപാട് ഇവിടുത്തെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിറ്റേന്റെ അടുത്ത് തന്നെയാണ് ഈ വസ്തു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് ഇവിടെ വരും. 2 മക്കളെയും കൊണ്ട് അവർക്കൊരു ശല്യം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെന്തെങ്കിലും വയ്ക്കുക പറക്കുക കഴിക്കുക ചെയ്യുമ്പോൾ നമ്മളെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കണം, ശരിയല്ല. ഞാൻ അങ്ങനെയൊക്കെ ബുദ്ധിയോടെയൊക്കെ ചെയ്യും.
അപ്പൊ ഞാൻ ഈ 2 മക്കളെയും കൊണ്ട് എന്റെ ഭർത്താവും ഞങ്ങൾ ഈ വിളയിലോട്ട് വരും. അപ്പൊ വിളയിൽ വന്നു കഴിഞ്ഞ വിളയിലാണെങ്കിൽ ഭയങ്കരമായ വലിയ വലിയ പാറകളാണ്. വലിയ പാറ. അവിടെ താമസിക്കുന്നിടത്ത് പൊക്കത്തിനുള്ള പാറയാണ്. അതൊക്കെ വന്ന് വീഴുമെങ്കിൽ പിള്ളേരെ അത് കിട്ടൂല. അത്രയ്ക്കുള്ള പാറ. എന്നാൽ ഇവിടെ ആണെങ്കിൽ നിരപ്പാണെങ്കിൽ നിറയെ പാറയും പാമ്പും മുട്ട പിന്നെ അതുപോലെ തന്നെ കാട് ലൈറ്റുകളും കുപ്പികളൊക്കെ പൊട്ടുന്ന എല്ലാം വാരിക്കൊണ്ട് വിളയിൽ കൊണ്ടിട്ടേക്കണതും അങ്ങനെ കാല് വെക്കാൻ പറ്റൂല. അങ്ങനെ മുള്ളുകളായിട്ട് കിടക്കുന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിട്ട് ഈ വിളയെല്ലാം വൃത്തിയാക്കുകയും കല്ലുകളെല്ലാം ഇളക്കുകയും കൊച്ചു കൊച്ചു മരങ്ങളെല്ലാം വെട്ടി മാറ്റുകയും എല്ലാം ചെയ്ത് അങ്ങനെ ഞങ്ങളെ സ്വന്തം കൈ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യും. മക്കള് വെള്ളങ്ങൾ കോരി കുടിക്കും, ഞങ്ങൾ ഈ വെള്ളം കോരി കുടിക്കും. വേറെ ഒന്നും വയ്ക്കാനൊന്നും ആഹാരം വയ്ക്കാനില്ല, ഈ വെള്ളങ്ങൾ തന്നെ കുടിക്കും. എന്റെ മക്കളും വെള്ളം ഈ പച്ചവെള്ളം കോരി കുടിക്കും. പിള്ളേർ ഞങ്ങൾ ഇവിടെ കിടന്ന് കളിക്കും, മണ്ണ് കളിക്കും, ഒക്കെ ചെയ്യും. അപ്പൊ ഞങ്ങള് ഇതെല്ലാം ചെയ്തൊക്കെ വൈകുന്നേരം ആകുമ്പോ പിള്ളേരെയൊക്കെ കഴുകി പറക്കിക്കൊണ്ടൊക്കെ അങ്ങ് കയറും. വെള്ളം ഇല്ലാത്ത നാട് കൂടെയാണ്. എവിടെയെങ്കിലും ചെന്ന് ഊറ്റി ഊറ്റി കോരിക്കൊണ്ട് വരും. അപ്പൊ ഈ ഞങ്ങള് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ഒരു സൗകര്യം അവിടെ നിന്ന് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ഓലപ്പര കുത്തി മറച്ച്, എന്ന് പറഞ്ഞാൽ വാതിലൊന്നുമില്ല. എന്റെ ഭർത്താവ് സ്വന്തം കൈ കൊണ്ട് മുടഞ്ഞ് പിന്നീട് 4 വശം ഓലപ്പര കുത്തി മറച്ച് അങ്ങനെ മുകളിലും കൂര അങ്ങനെ ചെയ്ത് മടലോ ഇത് കൊന്നക്കമ്പൊക്കെ വെട്ടിയിട്ട് അങ്ങനെ കൂര അങ്ങനെയൊക്കെ ചെയ്ത് വീടാക്കി. ചെറിയ വീട്, ഒരു കുത്തി മറച്ച് ഒറ്റ പോലെ. അപ്പൊ അവിടെ മണ്ണും ചരളും എല്ലാം കുത്ത് മാറ്റിയിട്ടാണ് ഞങ്ങൾ രാത്രി അവിടെ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മഴ പെയ്യും. ഞങ്ങൾ വളരെ ഒതുങ്ങിയൊക്കെ അങ്ങനെ കിടക്കാൻ നനയാതെ ഒതുങ്ങി പറഞ്ഞൊക്കെ ഇരിക്കും. പിന്നീട് കുഞ്ഞുങ്ങളെ അവിടെ കിടത്തിയ പിള്ളേരെല്ലാം അവിടെ നിന്ന് ഒരു നേരമാകുമ്പോൾ പിള്ളേരെല്ലാം താഴെ വന്ന് കിടക്കും. തിരിച്ച് വീണ്ടും അവിടെ നിന്ന് മുകളിലോട്ട് കയറ്റി കിടത്തും. അങ്ങനെ ഒരു പ്രയാസം അവിടെ അനുഭവിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കുറച്ച് കട്ട കറുത്തത് എവിടെയെങ്കിലും ചെന്ന് വെള്ളം ഊറ്റിക്കൊണ്ട് രാത്രിയിൽ ഞാനും അവരും കൂടെ വെള്ളം ഊറ്റി, എന്റെ ഭർത്താവും കൂടെ വെള്ളം ഊറ്റിക്കൊണ്ട് വെച്ചിട്ട് രാവിലെ ഒരു മണ്ണ് വെട്ടിക്കോരി ഇടും. ഞാൻ കോരി കൂടെ തട്ടിക്കൊടുക്കും. മണ്ണ് വെട്ടി ഇടും. ഇവർ വെള്ളം കൊണ്ട് അതിനെ ഒഴിച്ച് കുഴച്ച് ചെളിക്ക് വേണ്ടി കുഴയ്ക്കും, പച്ച കട്ട ഇറക്കാൻ വേണ്ടി. അപ്പോഴ് ഞാനും കൂടെ നിൽക്കും. എന്നിട്ട് അറുത്തതിന് ശേഷം ഞാൻ ചെളി കോരിക്കൊണ്ട് തട്ടിക്കൊടുക്കും. ഇവർ ഭർത്താവ് കട്ട ഇറക്കും. അങ്ങനെ കുറച്ച് കട്ട ഇറത്ത് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിട്ട് തൽക്കാലം നമ്മുടെ ഇടുപ്പിന്റെ അളവുള്ള രീതിയിൽ കുഞ്ഞ് മുറിയും, ഒരു കുഞ്ഞ് ഒരാളിന് കിടക്കാൻ നീളത്തിന് കിടക്കാനുള്ള വീതിയുണ്ട് കുറച്ചുകൂടെ. അങ്ങനെയുള്ള ഒരു കൊച്ചു ഹാള് പോലെ ഒരു മുറിയും ഒരു കുഞ്ഞ് വരാന്തയും, കയ്യേരിയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വരാന്ത. അത് വെച്ച് ഈ ഓലപ്പരയും കെട്ടി, കൊന്നക്കമ്പൊക്കെ ഇട്ട് ഓലപ്പരയും കെട്ടി ഇടുപ്പിന് ഉള്ള മുറിയും കെട്ടി. അപ്പൊ ഞങ്ങൾ പിന്നെ അവിടെ കിടന്നു. അങ്ങനെ കിടന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും കട്ടകൾ അറക്കുകയും നമ്മളെ കൈ അധ്വാനം കൊണ്ട് വെള്ളവും കുടിച്ചും കൊണ്ട് ഞങ്ങൾ ഈ കട്ടകളൊക്കെ ഉണക്കി പറക്കി ശേഖരിച്ച് വെച്ചിട്ട് ഒരു ദിവസം കൊത്തമേസ്ത്രിക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കി വെച്ചിട്ട് കൊത്തമേസ്ത്രി വിളിച്ച് ബാക്കിയും കൂടെ കുറച്ചുകൂടെ കെട്ടുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും ഒരു കുത്തി മറയ്ക്കേണ്ടത് വന്നു. വീണ്ടും കുത്തി മറച്ച് അവിടെ ഇരുന്നു കൊണ്ടാണ് അത്രയും കൂടെ കെട്ടിയത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഈ കെട്ടണം ഈ പറഞ്ഞ ആ സ്ഥലമാണ് ഇന്നും ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന, അതിനകത്താണ് ഇന്നും താമസിക്കുന്നത്. അപ്പൊ അതിനെ ഞങ്ങൾ അല്പച്ച ചെറുതായിട്ട് വലുതാക്കി ഇടിച്ചും പറക്കിയും ചെറുതായിട്ട് അങ്ങനെ ആക്കി അങ്ങനെ ഒരു വീട്ടിന്റെ രൂപം ഇപ്പോഴാണ് ഞങ്ങൾ ആക്കിയിട്ടുള്ളത്. അവിടെയാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ അങ്ങനെ വന്നു. പിന്നെ പട്ടിണിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര പട്ടിണിയും കഷ്ടപ്പാടായി. പിന്നെ എന്റെ ഭർത്താവ് ആരോടെങ്കിലും ചെന്ന് കൈ നീട്ടി 25 പൈസയോ 50 പൈസയോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ വല്ല വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോകും. ചിലപ്പോൾ ദോശ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരും, തേയില പഞ്ചസാര എന്തെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണ്ട് വരും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം എന്റെ ഭർത്താവിനെ കാണുമ്പോൾ കാർത്തുപ്പും, അവൻ പിന്നെയും തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്, അവൻ ഏതാ പറഞ്ഞ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയപ്പോ എന്റെ ഭർത്താവിന് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഒന്ന് പറയും, ഇങ്ങനെ നമ്മളെ കാണുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര പുച്ഛമാണ്, അവർക്കൊരു പരിഹാസമാണ്, നമ്മൾ എന്തിനിങ്ങനെ ജീവിച്ച് കിടക്കണത്, ആർക്കും നമ്മളെ വേണ്ട, പിന്നീട് നമുക്ക് ഇതിനെക്കാട്ടി അങ്ങ് മരിക്കണല്ലേ എന്നൊക്കെ പറയും. ഞാൻ പറയാം നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്നൊക്കെ ഞാൻ പറയാം. അപ്പോഴൊന്നും എനിക്ക് ദൈവത്തെ അറിഞ്ഞുകൂടാ, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തെ കുറിച്ച് കരയും, ഭയങ്കരമായിട്ട് കരയും. ദൈവം എന്ന് പറഞ്ഞൊക്കെ തന്നെ കരയും. കാരണം കൊച്ചിലെയൊക്കെ സൺഡേ പോയും പോവാതെയും പിന്നെ അപ്പൂപ്പ എന്നെ പേടി കാണിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റൊക്കെ കൊച്ചു പറയാം. അപ്പം പറയും, മക്കളെ തെറ്റുകളൊന്നും കാണിക്കരുത്, കള്ളം കാണിക്കരുത്, യേശുപ്പം പിന്നെ അടിക്കും, യേശുപ്പം നരകത്തിലിടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ യേശുപ്പം അപ്പൊ അങ്ങനെ വിളിക്കുള്ളൂ. പക്ഷെ കാര്യം എനിക്ക് അവിടെ ഇരുന്ന് നടന്നില്ല. അപ്പൊ ഈ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഭർത്താവ് കാണുമ്പോ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊന്നും മറുപടി പറയാനില്ല.
അപ്പൊ എന്നോട് പറഞ്ഞ്, ഞാൻ ഇനി ഒരു ദിവസം പിന്നീട് ഞാൻ ഇങ്ങനെ പോകുമ്പോ ആരെങ്കിലും എന്തെങ്കിലും പൈസ തരികയാണെങ്കിൽ ഞാൻ സാധനം വിഷം വാങ്ങിച്ചോണ്ട് വരും. കൊണ്ടുവരുമ്പോ നീ അതിനെ കലക്കി 2 മക്കൾക്കും കൊടുക്കണം. നമുക്ക് 2 കലക്കി അങ്ങ് കുടിച്ച് നമുക്ക് മരിക്കാം. ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. കാരണം അനുസരിക്കണമെന്ന് എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് എന്ത് പറഞ്ഞാൽ നീ അനുസരിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് അവര് പറഞ്ഞ അനുസരിച്ചിട്ട് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത മിനിറ്റ് ഞാൻ ചോദിച്ച്, ഞാൻ പറഞ്ഞു 1 മിനിറ്റ് എന്ന് വെച്ച്. എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, നമുക്ക് ദാനമായി തന്ന മക്കളെ നമ്മളെ സ്വന്തം കൈകൊണ്ട് കൊല്ലണമോ എന്ന് ചോദിച്ചു. പറഞ്ഞു തീരുമ്പോ എന്റെ മക്കള് 2 മരുന്ന് കൊടുക്കണമെങ്കിൽ പോലും വളരെ കഷ്ടപ്പെട്ടേ മരുന്ന് കൊടുക്കാൻ പറ്റും. പിള്ളേർ 2 ചാടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. അതോടുകൂടി ആ ചേർത്ത് അങ്ങ് പോയി. അവർക്ക് വെള്ളവും കുടിക്കാൻ, പച്ചവെള്ളം കുടിക്കാൻ കുടിച്ചു. അങ്ങനെ അവര് വീണ്ടും തട്ടി അവിടെ അങ്ങനെയൊക്കെ പിള്ളേർ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടതിലുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അയൽ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഞാൻ അതുവഴിക്ക് പോയപ്പോ ചമ്പാവരി വെള്ളത്തിൽ കുറച്ച് അല്പം ചോറൊക്കെ വീഴും. അരി വടിച്ചപ്പം ചോറൊക്കെ വീഴും. അപ്പൊ ഇതിനെ എടുത്ത് കട്ടിയോട് തെങ്ങിന്റെ മുട്ടിൽ ഒഴിക്കണ കണ്ടപ്പം എനിക്ക് സങ്കടം തോന്നി. ഞാൻ ദൈവമേ, ഈ വെള്ളമെങ്കിലും കിട്ടിയെങ്കിൽ, എന്റെ മക്കൾ പച്ചവെള്ളങ്ങളാണ് കുടിക്കുന്നത്, വെള്ളമെങ്കിലും കിട്ടിയെങ്കിൽ ഞാൻ എന്തെങ്കിലും വെള്ളം തിളപ്പിച്ച് വീഴ്ത്തിയെങ്കിൽ എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയില് പോയിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു, ഈ അരി വടിച്ച് വെള്ളം കളയുമ്പോഴേ അതിനെ കളയരുത്, നമ്മുടെ വീട്ടിൽ ആടുണ്ടല്ലോ. അപ്പോഴും എനിക്ക് അവിടെ വന്നിട്ട് ആടൊക്കെ ഉണ്ടപ്പോഴും ആടുണ്ടല്ലോ, പിന്നെ ആ വെള്ളം ഞാൻ എന്റെ ഒരു പാത്രം കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുക അടപ്പുമായിട്ട്. അതിന്റെ സ്മെല്ലൊന്നും വന്ന ആ വെള്ളം പിന്നെ ആട് കുടിക്കൂല കേട്ടോ. അങ്ങനെയുള്ള ഒരു ആടാണ് നമുക്ക് കിടക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു പാത്രം കൊണ്ടുവന്ന് വരാം എന്ന് സമയത്ത് കൊണ്ടുവച്ചിരുന്നു. അടച്ച് കൊണ്ടുവച്ച് അപ്പൊ അരി വടിച്ച് അതിൽ ഒഴിക്കാൻ അതിനകത്ത് പറ്റും, കുറച്ച് അല്പം ചോറൊക്കെ വീഴും. ഒടുവിൽ അതിനെ ഞാൻ എടുത്തോണ്ട് വന്ന് വെള്ളം തിളപ്പിച്ചൊഴിച്ച് ഒരു മുളകൊക്കെ കുറച്ച് വെള്ളം എടുത്തിട്ട് മുളകൊക്കെ നിരടിയാണ് എന്റെ 2 മക്കൾക്ക് ഞാൻ കൊടുക്കണം. അപ്പോഴേ എന്റെ ഭർത്താവിനെ ഞാൻ ചോദിക്കും, കുറച്ച് വെള്ളം തട്ടോന്ന് ചോദിക്കും. വേണ്ട, നമുക്ക് അത് വെച്ചിരുന്ന അവർക്കെങ്കിലും നീ കൊടു, നിനക്ക് വേണേ കൂടെ കുടിച്ചോന്ന് പറഞ്ഞു. ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട, കഴിക്കൂല പിന്നെ എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് വെച്ചിരുന്ന് കൊടുക്കും. കാരണം സാധനം എന്തെങ്കിലും കിട്ടുന്നവരെയും ഞാൻ വെച്ച് കരുതും. വിളിച്ച് കിടക്കും. അപ്പൊ കുറഞ്ഞു വരുന്നതും വീണ്ടും വെള്ളം തിളപ്പിച്ച് അതിനെ വളരെ നൈസാക്കി അങ്ങനെ എന്റെ മക്കൾക്ക് ഞാൻ അങ്ങനെ വെള്ളം കൊടുക്കും. എന്തെങ്കിലും നാഴി അരിയോ 1 അരിയോ 1 യൂണിറ്റ് അരിയോ എന്തെങ്കിലും കിട്ടുന്നവരെയും റേഷൻ കടയിൽ പോയി നോക്കിയിരിക്കും. എല്ലാരും വാങ്ങിച്ചു പോയതിന് ശേഷം നല്ല ചീത്ത വിളിക്കുമെങ്കിലോ എന്ന് പറഞ്ഞ് എന്നോടൊന്ന് പറയും. ഇരുന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് 2 യൂണിറ്റ് അരി വാങ്ങിച്ചോണ്ട് വരും, ഫ്രീയായിട്ട് കൊടുക്കും. അവർക്കും പിന്നെ ദേഷ്യമാണ് എന്നും ആവുമ്പോ. അപ്പോഴ് പിന്നെ എന്നാ ചീത്ത വിളിച്ചാലും ഞാൻ മാത്രമല്ലേ കേൾക്കൂന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോ പറയും, അണ്ണാ എനിക്ക് ഇങ്ങനെ 2 യൂണിറ്റ് അരി തരണമെന്ന് പറയും. അപ്പൊ എന്നും നീ എന്തരടെ എന്നൊക്കെ ചോദിച്ചോണ്ട് പറയും. നല്ല പേരിക്കാണ് കേൾക്കണം. അതും വാങ്ങിച്ചുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് വഴികൾ അടഞ്ഞ് ആകെ നാണക്കേടുമായി എല്ലാം വലിയ കഷ്ടത്തിലായി ഒക്കെ വന്ന് അവസാനം പിന്നെ അങ്ങനെയായി. പിന്നെ വിഷം കഴിക്കണം എന്ന് പറഞ്ഞ ആ പ്ലാൻ അങ്ങ് മാറി. പിന്നെ ഈ കഞ്ഞിവെള്ളം ഞാൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര കഷ്ടം വെച്ചാൽ കഷ്ടപ്പാട്. പിന്നെ ഞങ്ങൾ 4 ദിവസം എന്റെ ബുക്കിൽ എഴുതിയെടുക്കാം, 4 ദിവസം 5 ദിവസമായിട്ടാണ് തോന്നുന്നത്, ഭയങ്കര പട്ടിണിയാണ്. ഒന്നുമില്ല, പച്ചവെള്ളമുണ്ട്. പച്ചവെള്ളം എപ്പോഴായാലും പച്ചവെള്ളമുണ്ട്, കാന്താരി മുളകും. പട്ടിണി വെച്ചാൽ പട്ടിണി തന്നെ, ഒന്നുമില്ല. എന്റെ മക്കൾക്കും ഒന്നും കൊടുക്കാല്ല. കരച്ചില്, ഞാൻ കരച്ചില്. എന്റെ വീട് മൊത്തം കരച്ചിലാണ്, കണ്ണുനീരാണ്. എനിക്ക് സഹായം എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആകാശവും ഇല്ല, ഭൂമിയും ഇല്ലാതെ എന്റെ വീട്ടിലും പോയി പറയില്ല, എന്റെ ഭർത്താവിന്റെ ആൾക്കാരെ അടുത്ത് ഞാൻ പറയില്ല, ആരോടും ചെന്ന് ഒരിടത്തും പോയി ഞാൻ ഇരിക്കൂല. 2 മക്കളെ ഞാൻ ഒരു വീടുകളിൽ പറഞ്ഞയക്കൂല, എനിക്കത് ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞയക്കൂല. എന്റെ അയലുകാർക്ക് പോലും അറിഞ്ഞുകൂടാ ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നതായിട്ട്, അയലുകാർക്ക് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ കിടന്ന് എപ്പോഴും കരച്ചില് പോയിട്ട് മുറിക്കകത്തിരുന്നും കൊണ്ട് പൊട്ടി ഞാൻ കരയും. അങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടി കരയും. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം ഞാൻ പിന്നെ എപ്പോഴും കരച്ചിലാണല്ലോ, ഞാനിങ്ങനെ കരഞ്ഞും കൊണ്ട് പിന്നെ മുറിയിലിരിക്കുകയായിരുന്നു. ആ കൊച്ചു കുഞ്ഞു മുറിയില് ഇന്നും ആ സ്ഥാനം ഇപ്പോഴും ഉണ്ട് അവിടെ. ആ മുറിയിൽ ഇരുന്നും കൊണ്ട് ഞാൻ കരഞ്ഞ് എനിക്കും ബോധക്കേട് വരും. കാരണം ആഹാരമില്ല, കല്ലുകൾ പറക്കണം, ജോലികൾ ചെയ്യണം, വെള്ളം കോരണം. എനിക്കും പിന്നെ ശക്തിയില്ല. പലപ്പോഴും ആയപ്പോ ഞാനിങ്ങനെ ചുവരിലോട്ട് തല ചായച്ചു വെച്ച് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. 2 മക്കളും എന്റെ മടിയിൽ വിഷം തളർന്ന് കിടക്കണ്. എനിക്കെല്ലാം കൂടെ എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ പൊട്ടി കരയാണ്. എനിക്ക് ആകാശമില്ല, ഭൂമിയില്ല, എങ്ങോട്ട് പോട്ടെ എനിക്കൊന്നും അറിയാം. എന്റെ ഭർത്താവിനെ കാണാൻ ഞാൻ കരയുമില്ല, അവരോട് ഒരു വേദനയും ഞാൻ അറിയിക്കുകയുമില്ല, അതെനിക്ക് ഇഷ്ടവുമില്ല. അവരാണെങ്കിൽ അവരും എന്നെ കാണാതെ എന്റെ ഭർത്താവ് കരയും. എന്നാൽ ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെയാണ് കഷ്ടപ്പാടാണെങ്കിലും ഞങ്ങൾ ഇന്ന് കല്യാണം കഴിച്ചത് പോലുള്ള സ്നേഹം ആണ്
ഭരിക്കുന്നവരേ ഉണ്ടായിരുന്നത്. 6.5 വർഷം സുഖാല കടന്നെങ്കിൽ പോലും അപ്പോഴും ഞങ്ങൾ സ്നേഹമാണ്. സ്നേഹത്തിൽ അവരെ ശുശ്രൂഷ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹമായി കുടുംബത്തിൽ ഞങ്ങൾ മക്കളും ഞങ്ങൾ ഭാര്യ ഭർത്താവ് വളരെ സന്തോഷത്തോടെ ഒരു മറയില്ല ഞങ്ങൾ ജീവിച്ചവരുമാണ്. അത്ര അയൽക്കാർക്ക് പോലും അതറിയാം. അത്ര സ്നേഹത്തിന് പട്ടിണിയാണെന്ന് പറഞ്ഞുകൊണ്ടോ വസ്ത്രമില്ലെന്നോ ആഹാരമില്ലെന്നോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൂടെ യാതൊരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്റെ ഭർത്താവിന് ചോദിക്കുന്നു, നിനക്ക് വിശക്കണില്ലെന്ന് കേട്ടോ? ഞാൻ എനിക്ക് ഒരു വിശപ്പില്ല. വിശപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാന്ന് പറയും. അത് കൊള്ളാം എന്ന് പറയും, എന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ രാത്രി കിടക്കുമ്പോ അവർ ചരിഞ്ഞ് മക്കളെ ഭാഗത്ത് കിടന്ന് കരയും, എന്നെ കേൾക്കാതെ കരയും. ഞാൻ മറുഭാഗത്ത് തിരിച്ചു കിടന്ന് ഞാനും കരയും. പിന്നെ ഈ കണ്ണുനീര് തട്ടുമ്പോ കരയണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ ആ കരയണല്ല, ഞാൻ മനസ്സത് എന്നെ പറഞ്ഞിട്ട് കിടന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞങ്ങ് മറയ്ക്കും. ഒടുവിൽ ഇങ്ങനെ ഈ കഷ്ടപ്പാട് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഭയങ്കരമായിട്ട് കരഞ്ഞ് കണ്ണുനീര് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരാളിന്റെ സ്വരത്തിൽ ഒരു ശബ്ദം ഇല്ലേ മുറ്റത്ത് വന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ പിന്നെ ബേബി എവിടെ, ബേബി എന്ന് ചോദിച്ചു. ബേബി എവിടെ, ബേബി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ പറയാണ്, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഉടനെ എന്നെ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ഒരു 11:30 മണി സമയം വരും ഉച്ചയ്ക്ക്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മുറ്റത്ത് പോയി നോക്കി, ഇത് ആര് വന്ന് വിളിച്ചത് പറഞ്ഞ് നോക്കാൻ പോയപ്പോ ആരെയും അവിടെ കണ്ടില്ല. ഞാൻ 4 വശവും കറങ്ങി നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അപ്പൊ ഇത് ആരും പിന്നെ വിളിച്ചെന്ന് അല്പം ചിന്തിച്ചിട്ട് ഞാൻ വീണ്ടും വന്നിരുന്നു. വീണ്ടും വന്നിരുന്നുകൊണ്ട് ഞാൻ ആലോചിക്കാൻ തുടങ്ങി, ഇത് ആര് വിളിച്ചത്? ആരോ മനുഷ്യരാണല്ലോ വിളിച്ചത്, ആര് വിളിച്ചെന്ന് ചിന്തിച്ചപ്പോ എന്നോട് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്, അത് ഞാനാണ് നിന്നെ വിളിച്ചത്. അപ്പോഴെനിക്ക് യേശുവൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അവിടെ കരഞ്ഞ് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ എഴുന്നേറ്റ് പോയി. തിരിച്ച് വീണ്ടും ഇതുപോലെ ഒരു ദിവസം വീണ്ടും ഞാൻ എപ്പോഴും കരച്ചിൽ തന്നെയല്ല, എപ്പോഴും കരച്ചിലൊന്നും മക്കൾക്ക് കൊടുക്കാനില്ല, വലിയ നമുക്കും ഒന്നുമില്ല, അവർക്കും ഒന്നുമില്ല. പിന്നെ അവർക്ക് എടിച്ചു നടക്കാൻ വയ്യാതെയായി, അങ്ങനെയൊക്കെ വലിയ കഷ്ടത്തിലായി. അവർക്ക് എടിച്ചു നടക്കാൻ വയ്യാതായി. അപ്പൊ അങ്ങനെ വന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അത്രത്തോളം ഞാൻ വേദന അനുഭവിച്ചപ്പം എന്നും എപ്പോഴും കരച്ചിൽ തന്നെ. അങ്ങനെ കരഞ്ഞോണ്ടിരുന്നപ്പം പിന്നെ ഒരാള് അത് അങ്കി കിട്ട ഒരാള് കയ്യിൽ വടിയുമായിട്ട് വന്ന് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ കണ്ണുനീരാണെങ്കിൽ കുടത്തിൽ നിന്ന് എടുത്തൊഴിക്കുമ്പോൾ നീന്തണം വിട്ടുപോയി. അതിലിടയിൽ കൂടെ എന്റെ ഭർത്താവിന് പ്രായം കൂടുതലാണെന്നും പറഞ്ഞിട്ട് നിന്ദകളും വഴികളും. കല്യാണമാണെങ്കിൽ എന്റെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്തതാണെങ്കിൽ ഭയങ്കരപ്പെട്ട കല്യാണം അന്നത്തെ കാലത്ത് നടന്നിരിക്കുന്നു. ഭയങ്കര കല്യാണമായിട്ടും 50-55 വരെ ഉരുപ്പടി അന്നിട്ട് വലിയ കല്യാണമാണ് അന്ന് നടന്നിരിക്കുന്നത്. അത്ര കല്യാണം കഴിച്ചു കൊടുത്ത എന്റെ ഭർത്താവിന് പ്രായമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസങ്ങളും അങ്ങനെ നിന്ദകളും പിന്നെ അപ്പനും മോളുമാണെന്നൊക്കെ പറഞ്ഞ് അതും ഒരു ഭാഗത്തൂടെ അങ്ങനെയെല്ലാം വന്നിട്ട് ഞങ്ങൾക്ക് അപ്പൊ എന്റെ ഭർത്താവ് പറയും, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട്, പക്ഷെ ഞമ്മക്ക് അതിനെപ്പറ്റി ഒരു വിഷമവും ഇല്ലല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വിഷമവും ഇല്ല, എനിക്ക് ദൈവം ആയുസോടെ തന്നാൽ മതി, എനിക്ക് ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ ഇതെല്ലാം കൂടെ വിചാരിച്ച് ഞാൻ അങ്ങ് പൊട്ടിക്കരയാണ്. കണ്ണുനീര് കുടത്തിൽ നിന്ന് എടുത്തൊഴിക്കും പോലെ കരഞ്ഞോണ്ട് ഞാൻ ചെവറിൽ ഞാൻ ചാരി പൊട്ടി കരഞ്ഞോണ്ടിരുന്നപ്പം ഒരങ്കിയൊക്കെ ഇട്ട് വടിയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ട് 2 കണ്ണിൽ നിന്നും കണ്ണുനീരെടുത്ത് തന്നെ കളഞ്ഞു. അപ്പൊ യേശുപ്പൻ അപ്പോഴുപോലെ ഇടപെടുകയാണ്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്റെ 2 കണ്ണിൽ നിന്നും കണ്ണുനീരെടുത്ത് കളഞ്ഞിട്ട് യേശു യേശു അല്ല അപ്പോഴറിഞ്ഞൂടല്ലോ, ഈ അങ്കി ഇട്ട മനുഷ്യൻ ഇറങ്ങി പോയി. പിന്നീട് നോക്കിയപ്പം എന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും പിന്നീടില്ല. കാരണം കണ്ണുനീര് കെട്ടി കണ്ണിനകത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഓടി വന്നോണ്ടിരുന്ന കണ്ണുനീര് പിടിച്ചു നിർത്തുകയല്ല. ആ കണ്ണിൽ ഉണ്ട്, കണ്ണുനീരുണ്ട്. മുഖത്തുള്ള കണ്ണുനീരെല്ലാം അങ്ങ് ഉണങ്ങി വരണ്ട്, കണ്ണ് ഉണങ്ങി പൊരിക്ക പിടിച്ച പോലെ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതെന്ത് ഇങ്ങനെ സംഭവിച്ചത്? കണ്ണുനീര് എനിക്ക് തിരിച്ചു വരുന്നില്ല. ഞാൻ എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ടിരുന്നതല്ലേ, ഉടനെ തന്നെ ഇതെങ്ങനെ നിന്നുപോയി? എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ലല്ലോ, എനിക്ക് അങ്ങനെ പറയാനൊന്നും എനിക്ക് വാക്ക് കിട്ടുന്നില്ല, എന്ത് പറ്റിയോ എന്തോ. കുറെ സമയം ഇരുന്നിട്ട് ഞാൻ എഴുന്നേറ്റങ്ങ് പോയി. അപ്പോഴും എനിക്ക് യേശുവാണെന്നൊന്നും എനിക്ക് അപ്പോഴും ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ എനിക്ക് ആദ്യത്തിൽ കിട്ടുന്ന ദൈവമായിട്ടുള്ള എന്നും പിന്നത്തേല് വളരെ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഈ ആദ്യം തുടക്കത്തില് വന്നത് ഈ കണ്ണുനീര് തുടച്ചതും എന്റെ പേര് വിളിച്ചതും എന്നെ ഇരുന്നോളാൻ പറഞ്ഞ ഇതൊക്കെ വന്നത് ആദ്യം തുടക്കം അതായിരുന്നു. അപ്പൊ അതെനിക്ക് പിന്നത്തേലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാളുകൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറെ നാൾ കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് പ്രതികൂലങ്ങള് ധാരാളം കടന്നു വരാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ദൈവത്തോട് കരഞ്ഞ, ദൈവമേ. അപ്പൊ എന്റെ മോൻ അന്ന് ചെറുതാണ്.
എന്റെ മോൻ ചെറുത്, അവൻ പോലും പറയണം, അമ്മ നമുക്ക് ഇവിടെ എങ്ങോട്ടെങ്കിലും പോയി താമസിക്കാം, നമുക്ക് ഇവിടെ താമസിക്കണ്ട, ഇവിടെ ദൈവം പേര് വിളിച്ചാക്കിയ സ്ഥലമാണ് ഈ സ്ഥലം, നമുക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാം മാമ എന്ന് പറയും. ഞാൻ പറഞ്ഞു, അപ്പൊ ഈ യവനും കൂടെ അങ്ങ് പറയണം. അപ്പൊ ഞാനും ആലോചിച്ചപ്പോ എന്തൊരു ചെയ്യാൻ, അവൻ ജീവിക്കാൻ ഒരു നിവർത്തിയില്ല, എങ്ങോട്ട് പോകാനൊക്കെ ആലോചിച്ചപ്പം ഭാരപ്പെട്ടപ്പം അപ്പോഴും കർത്താവ് അറിഞ്ഞുകൂടാ. അപ്പൊ പറയാണ്, നിന്റെ പേര് വിളിച്ച് നിന്നെ ഈ സ്ഥാനത്താക്കിയത് ആരും ഓട്ടിക്കാൻ പോടാനല്ല. അപ്പോഴാണ് ഞാൻ വീണ്ടും ചിന്തിക്കുന്നത്, അപ്പൊ അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, ആ ആള് തന്നെ ഇതും പറയണല്ലോ, ആരോ എന്തോ. അപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല യേശുവാണെന്ന് അറിഞ്ഞൂടാ. ഇതെല്ലാം അങ്ങനെയൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ ശേഷം ആ യേശു, ഞാൻ എപ്പോഴും മനസ്സിൽ ദൈവത്തെ കുറിച്ച് ദുഷിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ യേശുവിനെ ആര് കണ്ടിട്ടുണ്ട്? യേശു ഭൂമിയിൽ വന്നു പോലും, മരിച്ചു പോലും, ചുമ്മാ ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്ന് വേറെ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ദുഷിക്കുകയും അങ്ങനെ ഒരുപാട് ഭരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നും ഞാൻ വിചാരിച്ച് കരയുന്നുണ്ട് എന്റെ അപ്പനെ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ ഒരുപാട് സങ്കടം ഇങ്ങനെ ദുഷിച്ച്, ശരിക്കും ആളിയൊക്കെ വേറെ വേലയില്ല, പള്ളിയിൽ പോണ്, അത് ചെയ്യണം, ഇത് ചെയ്യണ്, ചുമ്മാ യേശു മരിച്ചു പോലും, ഇതൊക്കെ ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ യേശു എവിടെ ഇരിക്കുന്നു കേൾക്കുന്നുണ്ട്, പക്ഷെ യേശു എവിടെ ഇരിക്കുന്നു, ആ യേശു ആരാണ്, അത് യേശു എന്താണ്, അത് മനുഷ്യനാണോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഇതുപോലെ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു, ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ യേശുവിനെ കാണുകയാണ്. അപ്പോൾ യേശു എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുരിശിൽ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. അപ്പൊ ഈ കുരിശിൽ കിടക്കുമ്പോ രണ്ട് കൈയും ആണികൾ അടിച്ചിട്ടുണ്ട്, തലയിൽ മുൽക്കിട്ട് അടിച്ചിട്ടുണ്ട്, രണ്ട് കാലും പൂട്ടി വെച്ച് കാലിനെ അടിച്ചിട്ടുണ്ട്, ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ രക്തം തലയിൽ കൂടെ കയ്യിൽ കൂടെ വന്നിട്ട് കാല് വെടിക്ക് കുടത്തിൽ നിന്ന് എടുത്ത് ഒഴിക്കും പോലെ കുടകുടായിട്ട് രക്തം ഒഴിക്കുകയാണ്. അത് വെളുക്കണ വരെ ഈ കാഴ്ച ഞാൻ കാണുകയാണ്. രക്തം ഭയങ്കര ശക്തിയോടെ, നല്ല കോമള രൂപമുള്ള നല്ല സുന്ദരനായ ഒരു 10-32 വയസ്സ് പ്രായം വരും, നല്ല കോമള രൂപമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു നല്ല ചന്തക്കാരൻ ഒരു പയ്യനാണ്. അപ്പൊ ആ പയ്യനാണ് ഇങ്ങനെ കുരിശിൽ കിടക്കുന്നതും ഈ രക്തം വാർന്നു പോണതും. അതിന് തക്കവണ്ണം മുഖം എല്ലാം ഉണങ്ങി ചൊട്ടി, എല്ലും തൊലിയുമായി, അലവെല്ലാം ഒട്ടി, ശരീരം എല്ലാം ഒട്ടി, ഈ രക്തം പോണ അനുസരിച്ച് ശരീരം എല്ലാം ഉണങ്ങി അസ്ഥികൂടമായി. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരുന്നിട്ട് എനിക്ക് രക്തം കുടുകൂടെ പോവുകയും ആള് ഉണങ്ങി വെച്ചതും എനിക്ക് ഭയങ്കര സങ്കടവും. എനിക്കിത് കാണാതെ, എന്ന് വെച്ചാൽ സ്വപ്നത്തെ കാഴ്ചയിൽ കാണുന്നതാണല്ലോ. അപ്പൊ ഇതിങ്ങനെ കണ്ടോണ്ടേ ഞാൻ കിടക്കുകയാണ്. അപ്പോഴുണ്ട് ഈ രക്തെല്ലാം പോയി അവസാനം പച്ചവെള്ളം, ശരീരത്തിൽ പച്ചവെള്ളമാണ് പിന്നെ വരുന്നത്, രക്തമേ ഇല്ല. പച്ചവെള്ളം ഇങ്ങനെ കനിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പച്ചവെള്ളം കനിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ യേശു, അപ്പോഴേക്ക് യേശു അറിഞ്ഞുകൂടാ. അപ്പൊ ഈ മനുഷ്യൻ പറയുകയാണ്, എന്റെ ശരീര രക്തം മുഴുവനും സകല ജനത്തിന് വേണ്ടി ഞാൻ ഊറ്റിക്കൊടുത്തു. ഒട്ടും രക്തം വെള്ളം പോലും ഇല്ല, ശരീരത്തിൽ വെള്ളം പോലും ഇല്ല, ഉടക്ക ശരീരമായി. ശരീര രക്തം മുഴുവനും ജനത്തിന് വേണ്ടി ഞാൻ ഊറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തല അങ്ങോട്ട് ചാച്ച് ഇങ്ങോട്ട് ചാച്ച് പ്രാണന് വിട്ട് ഈ ആള് മരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്. അപ്പോഴും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഈ കുരിശിനെയൊക്കെ കണ്ടപ്പോ അത് യേശു എനിക്ക് അറിഞ്ഞുകൂടാ, അത്രത്തോളം വ്യക്തമായി പറയാനും എനിക്ക് അപ്പോഴും അറിഞ്ഞുകൂടാ. ഇത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞു രാവിലെ മുതൽ എന്റെ ശ്വസം നഷ്ടപ്പെട്ടു. ഈ രക്തം വന്നതും ആള് ഉണങ്ങിയതും സുന്ദരായ മനുഷ്യൻ കരിക്കട്ട പോലെ കറുത്തതും ഇതെല്ലാം കൂടെ കണ്ടപ്പോ മനുഷ്യനാണല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലും, ഓടി ഓടി വന്നിരുന്ന് കരയും. അയ്യോ ഇതെന്തരാണോ എന്തോ, യേശപ്പ എന്നൊക്കെ വിളിക്കും. യേശപ്പ ഇതെന്തരാന്നോ ഞാൻ കണ്ടത്, എനിക്ക് അറിഞ്ഞൂടെ യേശപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അയ്യോ എനിക്ക് ഇങ്ങനെ കാണണ്ട, ഈ രക്തം ഒഴുകണ കാണണ്ട എന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ പറയുക. സമാധാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും പിന്നെ അടുത്ത് നരകത്തെ ഞാൻ കുറ്റം പറയാൻ തുടങ്ങി. എല്ലാരും പറഞ്ഞു നരകം ഉണ്ട്, എല്ലാരും മരിച്ച് സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതൊക്കെ ആര് മരിച്ചു പോയിട്ട് ഇനി വന്നോ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് എന്ന് പറഞ്ഞ് അവിടെ ഈ പുച്ഛം തന്നെ. അങ്ങനെ പുച്ഛിച്ചിരുന്നപ്പോ അത് ഒരു ദിവസം രാത്രിയിൽ കാണിച്ച് ഒരു ദൂതനെന്ന് അറിഞ്ഞുകൂടാ ഒരാള് എന്നെ കൊണ്ട് പൊക്കിക്കൊണ്ട്, അപ്പൊ എനിക്കൊരു 8 വയസ്സ് വരെയുള്ള കൊച്ചു കുട്ടിയാണ്. എന്നാൽ എനിക്ക് 2 മക്കളുണ്ട്. പക്ഷെ കൊച്ചു കുട്ടിയായിട്ടാണ് എന്നെ ഈ മനുഷ്യൻ പിടിച്ച് മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ മുകളിലോട്ട് കൊണ്ടങ്ങ് പോയപ്പം അങ്ങനെ കൊണ്ടുപോയിട്ട് ചെന്ന് മുകളിലെത്താറായപ്പോഴത്തേക്ക് അവിടെ വളരെ സ്തുതികളും പാട്ടുകളും, പിന്നീട് എന്തോ നല്ല എന്തോ ഭയങ്കര ഈ 6 മണി വായിക്കുമ്പോൾ എന്തോ ഭയങ്കരമായ പാട്ടും അലങ്കാരങ്ങളും
നല്ല വെളിച്ചവും പ്രകാശങ്ങളും വെള്ള വസ്ത്രങ്ങളും എടുത്ത് ഒരുപാട് ആൾക്കാർ ആ വെളുത്തത്തിന് നല്ല സന്തോഷമായിട്ട് എല്ലാവരും ചിരിച്ച് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അവിടെ കൊണ്ട് എന്നെ നിർത്തി. അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു അല്പസമയം നിർത്തിയിട്ട് വീണ്ടും കയ്യിൽ പിടിച്ച് എന്നെ വീണ്ടും കൊണ്ട് പോവുകയാണ്. ഒരുപാട് ദൂരത്ത് കൊണ്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ആറ് പോലെ, അല്ലെങ്കിൽ കടലിന്റെ അത്ര വലുപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല, ആറ് പോലെ ഉള്ള ഒരു ഒരു പോലെ എന്ന് വെച്ചാൽ അതൊരു എന്തോന്ന് ഒരു പിളർപ്പ് പോലെ ഇങ്ങനെ കാണുകയാണ്. അതായത് നരകം അതിന്റെ അപ്പുറമാണ്, നരകം അപ്പുറമാണ്. അപ്പൊ അപ്പൊ ഈ സൈഡിൽ കൂടെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഭയങ്കര അലറിയുള്ള വിളിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങും. അത്ര വിളിച്ച് അയ്യോ ഭയങ്കര വിളിയെന്ന് വെച്ചാ സഹിക്കാൻ കഴിയില്ല ആ വിളി. പിന്നെ എന്നെ കൊണ്ടുപോവുകയാണ്. എനിക്കാണെങ്കിൽ ആളിനെ പരിചയമില്ല, എനിക്ക് സംസാരിക്കാനും അറിഞ്ഞുകൂടാ, അയ്യോ എനിക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് പറയാനും അറിഞ്ഞുകൂടാ, എന്നെ കൊണ്ടുപോവല്ലേ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്റെ ഉള്ളിൽ ഭയങ്കര പേടി, എനിക്ക് അങ്ങോട്ട് പോകണ്ട, എനിക്ക് അങ്ങോട്ട് പോകണ്ട, എനിക്ക് പോണ്ട എന്ന് പറഞ്ഞു. വിളിയാണെങ്കിൽ സഹിക്കാൻ വയ്യാത്ത വിളി, ഭയങ്കര വിളി. അപ്പോഴുണ്ട് ഈ ആള് എന്നെ അവിടെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ നിർത്തിയിട്ട് പറഞ്ഞു, അത് ആദ്യം വന്ന സ്ഥലം അത് സ്വർഗവും, ഇത് പിന്നെ ഈ വിളി കേൾക്കണം കൈ ചൂട്ടിട്ട് പറഞ്ഞു അത് നരകവുമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു വിളി കേൾക്കണ സ്ഥലം ആ നരകവും, ആദ്യം വന്ന സ്ഥലം സ്വർഗവും എന്ന് കൈ ചൂട്ടി പറഞ്ഞപ്പോ ഇതിലെ നിനക്ക് യാത് വേണം, സ്വർഗം വേണോ നരകം വേണം? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നരകം വേണ്ട. ഞാൻ കൈ ചൂണ്ടി പറഞ്ഞു എനിക്ക് നരകം വേണ്ട, എനിക്ക് സ്വർഗം മതി, എനിക്ക് നരകം വേണ്ട, എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞ് കണ്ണു തുറന്നപ്പോ ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ അതൊരു കാഴ്ചയായിരുന്നു. എനിക്ക് രണ്ടും കൂടെ ആയപ്പോ എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് നരകത്തിൽ പോകണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. എനിക്ക് പിള്ളേരോട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിനോട് സന്തോഷിക്കാൻ കഴിയുന്നില്ല, എന്റെ വീട്ടിനോട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ജോലി ചെയ്യണമെങ്കിൽ ഞാൻ കരഞ്ഞ് ജോലി ചെയ്യുന്ന എനിക്ക് സമാധാനമില്ല. അയ്യോ എനിക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകേണ്ട വഴി അറിഞ്ഞുകൂടാ, എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. ഞാൻ ചർച്ചിൽ എന്റെ അമ്മയുടെ കൂട്ടത്തിൽ ഞാൻ പോണെങ്കിൽ പോലും അവിടെ എന്താണ് നടക്കണമെന്ന് എനിക്ക് അതും അറിഞ്ഞുകൂടാ, വിവേകിക്കാനും അറിഞ്ഞുകൂടാ, ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ, മനസ്സിലാക്കാൻ അറിഞ്ഞുകൂടാ, പ്രസംഗിച്ചാൽ എന്തെന്ന് അറിഞ്ഞുകൂടാ, പാടിയാൽ എന്തെന്ന് അറിഞ്ഞുകൂടാ. അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് സമാധാനമില്ല. അവിടെ ചെന്ന് ചുമ്മാ ഇരിക്കും, എഴുന്നേറ്റ് വരും, എനിക്ക് അവിടെ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ഇരുന്ന് പേടിയാണെങ്കിൽ ഭയങ്കര പേടി, സന്ധ്യ ആകുമ്പോ പേടി, പകല് പേടി, വീട്ടിലിരിക്കാൻ പേടി, ഭയങ്കര മൊത്തത്തിന്റെ ഭയങ്കര പേടി തന്നെ. കാരണം എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് നരകം വേണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണം. പക്ഷെ സ്വർഗത്തിൽ പോണ വഴി ഏതാണ്, എന്റെ വഴി ഏതാണ്, എനിക്ക് വഴി അറിഞ്ഞില്ല. ഞാൻ അങ്ങനെ ഇരുന്ന അമ്മച്ചിയുടെ കൂടെ ആരാണെങ്കിൽ പോകും. പിന്നെ എന്റെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും ഞാൻ എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്റെ ഇത്തിരി കുസൃതിയുണ്ട്, ഇത്തിരി കുസൃതിയേക്കാൾ തമാശ കുസൃതി അങ്ങനെയൊക്കെ. അപ്പൊ വീട്ടിലൊക്കെ നിൽക്കുന്ന എന്റെ വീട്ടിലായിരുന്ന സമയത്തും അങ്ങനെയാണ്, പിള്ളേരോടൊക്കെ കുസൃതികളുണ്ട്. ഇതെല്ലാം ഞാൻ എല്ലാം വളരെ ശാന്തനായി, ഞാൻ വളരെ താഴ്മയൊക്കെ, കാരണം എനിക്ക് ഇങ്ങനെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഞാൻ അത്രത്തോളം ഞാൻ അങ്ങനെ ഒതുങ്ങി കൂടി കഴിയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. തിരിച്ച് ആരാഞ്ഞിക്കൊക്കെ പോയാലും മൗനമാണ്, സന്തോഷമില്ല. അപ്പൊ എന്റെ അമ്മ ചോദിക്കും, എന്ത് പിള്ളേ നിങ്ങൾ ഇങ്ങനെ മുഖമാടി എന്ന് പറയും. എനിക്ക് അവരോട് പറയും ഞാൻ സ്വപ്നമൊക്കെ ഞാൻ പേടിച്ച് കാണുന്നൊക്കെ പറയും. അപ്പൊ എന്റെ അമ്മ പറയും അത് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, എന്റെ പ്രാർത്ഥന വരം ദൈവം നിങ്ങൾക്ക് തരും, അത് ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞു ഓ എന്ന് കളിക്ക്, ഞാൻ പറഞ്ഞു ഓ എന്ന് പറഞ്ഞ് അങ്ങനെ അവരോട് അങ്ങനെയും പറഞ്ഞു. പക്ഷെ ആ വരം എനിക്ക് ദൈവം തന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊള്ളുന്നു. എനിക്ക് സ്വർഗത്തിൽ പോകാൻ അറിഞ്ഞൂടല്ലോ. അപ്പൊ എനിക്കും എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും സ്വർഗത്തിൽ പോകണം, പോയേ പോകണം, അതിന് വഴി അറിഞ്ഞൂടാ. അതിനു വേണ്ടി ഞാൻ എടുത്ത ഒരു കാര്യം, ആരാധനകളൊക്കെ തുടങ്ങുമ്പോൾ ചർച്ചിൽ ഇവിടെ 8:30 മണിക്ക് ഞങ്ങൾ അവിടെ പള്ളിയിൽ പോവും, ഉണ്ടാതെ ചെന്നിരിക്കും, അവിടെ നിന്ന് വരും. അടുത്ത് പിന്നെ വെന്തിക്കോസ് എന്റെ അമ്മ പോകണടുത്ത് അവിടെ പോവും, അവിടെ പോയി മിണ്ടാതെ കേട്ടോണ്ടിരിക്കും. എല്ലാം ഞാൻ കേൾക്കുന്നു, ഒന്നും മനസ്സിലാവില്ല, എല്ലാം കേട്ടോണ്ടിരിക്കും, കരഞ്ഞോണ്ടിരിക്കും. അപ്പൊ ദൈവം എന്റെ മനസ്സ് കാണുകയാണ്, എന്റെ ഹൃദയം അപ്പം കാണുകയാണ്, എന്റെ മനസ്സ് കലകി തിരിഞ്ഞു കിടക്കണം അപ്പം കാണുകയാണ്. ഞാൻ കരഞ്ഞോണ്ടിരിക്കും, അവിടെ നിന്ന് വീണ്ടും മേടിച്ച് വരും. അങ്ങനെ ആയിക്കൊണ്ടിരുന്ന് വീണ്ടും മനസ്സിനകത്ത് ഭാരം ഭയങ്കര വന്നപ്പോ യേശു പറയാണ് എന്നോട്, അപ്പോഴൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങാം ഉണ്ട്. കാരണം കർത്താവ് അപ്പോഴും എന്നോട് പറയാണ്, നിന്റെ സകല ഭാരവും എന്നെ മേൽ ഇട്ടുകൊള്ളുക, നിന്നെ കൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് യേശു ആണെങ്കിൽ അതങ്ങനെ പറയുള്ളൂ. കാരണം കുരിശിൽ കിടന്നു ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചെല്ലാം നോക്കുമ്പോ ഇത് യേശു ആണെന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു ഇതുണ്ട്, എന്റെ മനസ്സിലൊരു ഇതാണ്.
അപ്പോഴ് ഉണ്ട് എന്ന് പറയുമ്പോ ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്ത്, ഞാൻ ഉടനെ തന്നെ എന്റെ പൂർണ്ണമായിട്ട് എന്ന് വെച്ചാൽ എനിക്കിനി ഈ ലോകത്തൊന്നും വേണ്ട, ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അത് സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഏൽപ്പിച്ചു. പക്ഷെ എല്ലാം കാണുന്ന എന്റെ അപ്പൻ ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ഞാൻ ചെന്ന് പിന്നെ ചർച്ചില് ബന്ധുക്കോസ് ചർച്ചിൽ കൂടുതലായിട്ട് ഞാൻ പോവാൻ തുടങ്ങി. കാത്തിരിപ്പും വിശേഷ ആരാധന വരുമ്പോ അതിന് പോവും. രാത്രിയിൽ ആരാധന, കൺവെൻഷൻ ആരാധന ഒക്കെ ഞാൻ പിന്നെ പോകുന്ന നീ തന്നെ എന്ന് വെച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകാൻ, സ്വർഗത്തിൽ പോകാൻ എനിക്ക് നരകം വേണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിന് നരകത്തിന്റെ അവസ്ഥ ഞാൻ കേട്ടല്ലോ, കണ്ടില്ലെങ്കിലും ഞാൻ കേട്ടു. അതുകൊണ്ട് എനിക്ക് നരകത്തിൽ പോകണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണം. അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ എവിടെ ആരാധനയ്ക്കെന്ന് പറഞ്ഞ് ഓടിയിട്ട് അവിടെയൊക്കെ ചെന്നിട്ട് കരയും. എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം വേണം, എനിക്ക് നരകം വേണ്ട, സ്വർഗം. അവിടെ എല്ലാം പോണടുത്തെല്ലാം കരത്തിൽ ഇതാണ്, എനിക്ക് സ്വർഗം വേണം. അങ്ങനെ പറഞ്ഞ് എന്റെ മക്കൾ ഞങ്ങൾ സ്വർഗത്തിൽ പോകണം. അതിന്റെ കൂട്ടത്ത് പിന്നീട് ആയി വന്നപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇങ്ങനൊരു സ്വർഗത്തിന്റെ വിളി ഞാൻ കേട്ടതാണ്. അപ്പൊ ആ വിളി കേട്ടെടുത്ത് മറ്റുള്ളവർ പോണോ? ഇല്ല, വേണ്ട. എന്റെ മക്കളും ഞാനും പോണ സ്ഥാനത്ത് ഈ പറഞ്ഞ എല്ലാവരും സ്വർഗത്തിൽ തന്നെ പോണം, ഞാൻ പ്രാർത്ഥിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും എനിക്ക് ഓർമ്മയിൽ വരുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരും സ്വർഗത്തിൽ പോണം. ഈ നരകത്തിൽ കേട്ട ഈ വിളിയിൽ ആരും പോകാൻ പാടില്ല. എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനുവേണ്ടി കരയും, കണ്ണുനീരൊഴിക്കും, ഏങ്ങും, പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്തോണ്ടിരുന്ന് പള്ളിയിലെ എല്ലാ ആരാധനയ്ക്കും. പക്ഷെ അതുകൊണ്ട് പോകുന്ന സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് സ്നാനമൊക്കെ ഞാൻ എടുത്ത പിന്നീടാണ്. പിന്നെ ഈ കഷ്ടപ്പാട് ഇതിനിടയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇതിനിടയ്ക്ക് എന്നെ പാമ്പ് കടിക്കുന്നു. ഇതിനിടയ്ക്ക് ഇവിടെ നടക്കുന്നതാണെങ്കിൽ ഇതിനിടയിൽ കൂടെ എന്നെ പാമ്പ് കടിക്കുന്നു. അപ്പൊ ഞാൻ വളരെ പ്രാർത്ഥനയുണ്ട്. എന്റെ ഭർത്താവ് നോക്കുമ്പം ഏത് നേരവും ഞാൻ അവിടെ അടുത്തിരുന്ന കരത്തിൽ വ്യാക്കുവാണ്. അപ്പൊ എന്നോട് ഭർത്താവ് പറയും, നീ ഇതൊക്കെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, പകല് വല്ലതും ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറയും. ഞാൻ ഭയങ്കര കരത്തിൽ വ്യാക്കുവാണ്. അപ്പൊ ഈ കരയും പ്രാർത്ഥിക്കുകയൊക്കെ ഇഷ്ടംപോലെ ചെയ്തു. എന്റെ ഭർത്താവിന് ആ വിശ്വാസം വന്നിട്ടില്ല. ഭാര്യയുടെ നല്ല നടപ്പ് കണ്ട് ഭർത്താക്കന്മാര് മടക്കി വരും എന്ന് പറഞ്ഞു തന്നെ. എന്റെ ഭർത്താവിന് വിശ്വാസം വന്നിട്ട് അങ്ങനെ എന്നെ പാമ്പ് കടിച്ചു. 3 വിഷം ഇറങ്ങി. അപ്പൊ അതിനിടയ്ക്ക് ആളുകൾ വിശ്വസിച്ചിട്ട് എണ്ണ കൊണ്ടുവരും, വെള്ളം കൊണ്ടുവരും. ഞാൻ പ്രാർത്ഥിച്ചു. ഞാനാണെങ്കിൽ ഒന്നും ആയിട്ടുമില്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് വെള്ളമൊന്നും പ്രാർത്ഥിച്ചു തരാനുള്ള യോഗ്യതയൊന്നുമില്ല. ഇല്ല, എനിക്ക് ആന്റി പ്രാർത്ഥിച്ചു തന്നാൽ മതി എന്ന് പറയും. ആന്റിയുടെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചു തന്നാന്ന് പറയും. പിന്നെ അവരുടെ നിർബന്ധം കൊണ്ടൊക്കെ കുരിശുവരത്തൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കും എന്റെ അറിവില്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം എന്നെ പാമ്പ് കടിച്ചിട്ട് ഒരു വിഷാരിയുടെ അടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പൊ ഞാൻ പോയില്ല. 3 ഉച്ചയായപ്പം എന്റെ വിഷം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ മരിച്ചു പോകുന്നതായിട്ട് ശരീരത്തിലെല്ലാം വിഷം കയറി, എന്റെ തലയെല്ലാം പെരുപ്പ് കയറി, ശരീരമൊക്കെ എവിടെ നിൽക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മെത്തയുടെ പുറത്ത് ചവിട്ടി നിൽക്കും പോലെ ഞാൻ നിൽക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് വലിയ വിശേഷമാണ്. രാവിലെ ഞാൻ കഞ്ഞിക്ക് അരി അടുപ്പി 10 മണിക്ക് കഞ്ഞിക്ക് അരി അടുപ്പി ഇടുന്നു. പിന്നീട് എന്റെ കഷ്ടപ്പാട് കുറെ ഇങ്ങനെ മാറി വരികയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് ഒരാട്ടിനെ സഹായിച്ചു, ഒരു ആട്ടുകുട്ടിയെ സഹായിച്ചു, ഒരു കോഴിയെ സഹായിച്ചു. അതിനെ മുട്ടയൊക്കെ എടുത്ത് അടവെച്ച് കുഞ്ചാക്കുന്നുണ്ട്, ആട്ടുകളെ ഞാൻ മുതലാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നെ ഇത്തിരിച്ച് അങ്ങനെ ഞങ്ങൾ വരികയാണ്. കൊടും പട്ടിണി നിന്ന് ഇങ്ങനെ അല്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ അല്പം അരി എടുത്ത് അടുപ്പിലിട്ട്, അപ്പൊ ഇതിനിടയ്ക്ക് എന്റെ ഭർത്താവിന് ചെറിയൊരു കച്ചവടം ചെയ്യാൻ, ഒരാൾക്ക് അല്പം പൈസ കൊടുത്തു അതിനെ കച്ചവടം ചെയ്യാൻ വേണ്ടി ചെറിയ കച്ചവടം തുടങ്ങി. അങ്ങനെയൊക്കെ ചെറിയ വരുമാനങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു. ഞാൻ ഇടയ്ക്ക് കോഴിയെ വളർത്തി, ആട് വളർത്തി, അങ്ങനെയൊക്കെ തിരിച്ചൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഈ അരി അടുപ്പിലിട്ടുകൊണ്ടിരുന്നു ഇപ്പൊ എനിക്ക് വിഷം ഇങ്ങനെ കയറുകയാണ്. അപ്പൊ ഈ വിഷം ഇങ്ങനെ കയറിയപ്പോ ഞാൻ പടപട ഈ അരി അടുപ്പിലിട്ട് പെട്ടെന്ന് തീ അങ്ങ് നന്ന കത്തിച്ച് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു എണ്ണയും എടുത്ത് ഒരു പായും എടുത്തുകൊണ്ട് വന്ന് തറയിൽ ഞാൻ ഇട്ടിട്ട് എണ്ണ എടുത്ത് ഉയരോട്ട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടല്ല നല്ല ഇട്ടൊന്ന് മുകളിലോട്ട് പൊക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, യേശുപ്പാ, ഞാൻ മരിച്ച എന്റെ മക്കൾ അറിയില്ല, എനിക്ക് മരിക്കുന്നതിന് പേടിയില്ല, എന്റെ മക്കൾ അറിയില്ല ഞാൻ മരിച്ചാണ് ഇതിനകത്ത് കിടക്കണമെന്ന്. എന്റെ മക്കള് അവര് പുറത്തെവിടെ പോയിരുന്നു, അവര് വരുമ്പോൾ ഞാൻ മരിച്ചു കിടക്കണമെന്ന് അറിയില്ല, അതേ ഉള്ളു എനിക്ക് പേടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എണ്ണ എടുത്ത് കൂരിസൊന്ന് വരച്ചിട്ട് കയ്യിലൊഴിച്ച് തലയെ വെച്ച പിലുപിലുപിലാന്ന് പേര് ബോധി ഇറക്കും പോലെ എന്റെ തലയിൽ നിന്ന് കീഴോട്ട് അങ്ങ് ഊന്നിറങ്ങുകയാണ്. എന്തൊന്നും എനിക്ക് അപ്പോഴും അറിഞ്ഞൂടാ, വിഷമൊന്നും അപ്പോഴും അറിഞ്ഞൂടാ, അനുഭവമാണ് പറയുന്നത്. അപ്പം ഈ വിഷം ഞാൻ ഇറങ്ങി, ഞാൻ ഉടനെ ഈ കയ്യിൽ മുഖത്ത് ഒന്ന് തേച്ച് കഴുത്തിലൊക്കെ ഒന്ന് തേച്ചിട്ട് ഞാൻ അവിടെ തന്നെ വീണ് കിടന്നു. അപ്പൊ അരി അടുപ്പിട്ടത് അങ്ങനെ കിടക്കുകയാണ്. ഉച്ചയ്ക്ക് അവര് വരികയും ചെയ്യും ആഹാരം കഴിക്കാൻ.
അപ്പൊ ഞാനിങ്ങനെ തറയിൽ കിടന്നു, പായ് ഇങ്ങനെ ഇട്ട് കിടന്നു. കിടന്നപ്പോണ്ട് എങ്ങനെ മരിച്ചതാണോ ഞാൻ ഉറങ്ങണതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതോടെ കിടന്നു ഉറങ്ങി, വേർത്ത് കുളിച്ച് വെള്ളമായിട്ട് ഞാൻ ഉണർന്നപ്പോ വെറും വെള്ളത്തിൽ കിടക്കണം ഞാൻ. അതായത് ഈ വിഷം എല്ലാം വേർത്തങ്ങ് പോയി. തിരിച്ച് അവിടെ പിന്നെ എഴിക്കാൻ ശക്തിയില്ല. എങ്കിലും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ദൈവമേ മണി 12 കഴിഞ്ഞു. അപ്പോ അരി ഊറിപ്പോയോ എന്തോ. ഞാൻ അപ്പോഴും വെച്ചിട്ട് വന്നതില്ല, പെട്ടെന്ന് ഓടി. എഴിക്കാൻ പറ്റുന്നില്ല, കൈയും കാലം ഒന്നും നിൽക്കുന്നില്ല. അതിന്റെ ശക്തി എനിക്ക് കിട്ടിയില്ല. വിഷം പോയെങ്കിലും പതുക്കെ അത് കട്ടളയൊക്കെ ഇവിടെയൊക്കെ പിടിച്ചു കൊടുത്തൊക്കെ ഞാൻ അടുക്കളയിൽ എത്തിപ്പോയി നോക്കിയപ്പോ അരി വെന്ത് പൊങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ചോറ് പോലും കളയാതെ അരി വടിച്ചു വെച്ച് പെട്ടെന്ന് എന്റെ ഭർത്താവ് വന്നപ്പോൾ ഉള്ള ആഹാരത്തിന് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതിനിടയിൽ പിന്നെ എന്റെ തലയിൽ കൊച്ചങ്ങ വീഴുന്നു. കൊച്ചങ്ങ വെച്ചാൽ വെള്ളം വെച്ച കൊച്ചങ്ങ കരുത്ത്. അതും ഇതിനിടയിൽ കൂടെ നടക്കും. അപ്പൊ ഇതിനിടെ കൂടെ അപകടങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വീണ്. അപ്പം ഈ പിന്നെ കൊച്ചങ്ങ തലയിൽ വീണ് ഭയങ്കരമായിട്ട് ഞാൻ കിടന്ന് വിളിച്ചു. കാരണം എനിക്ക് തോന്നി ആരോ പട്ടി എറിഞ്ഞതായിരിക്കും. പട്ടി ആരോ എറിഞ്ഞ് കാണും, ഈ കല്ല് വന്ന് എന്റെ തലയിൽ വീണതായിരിക്കും എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഓടിയപ്പോ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഓടി. അപ്പൊ രാത്രിയാണ്. അപ്പൊ പെട്ടെന്ന് അവര് ലൈറ്റ് അടിച്ചു നോക്കിയപ്പം ഇവിടെ ആരുമില്ല, പട്ടിയുമില്ല, ആളുമില്ല, ആരും ഇറങ്ങിയിട്ടുമില്ല. അപ്പം പിന്നെ ഇതെന്ത് നോക്കിയപ്പം കൊച്ചങ്ങ കിടക്കണം, വെള്ളം വെച്ച കൊച്ചങ്ങ. അവരെടുത്തോണ്ട് വെച്ചിരിക്കുന്നു. ആരെങ്കിലും എല്ലാരും കാണിക്കണം, കാരണം ഇത് വീണിട്ട് നിനക്കൊന്നും സംഭവിച്ചില്ലെന്ന് എല്ലാരും അറിയണ്ടേ. കഷ്ടപ്പാട് അവർക്കറിയാം, ഒരുപാട് കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കും, ഇതെല്ലാം കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാരും ഒന്ന് അറിയട്ടെ എന്നും പറഞ്ഞ് സങ്കടം കൊണ്ട് ഇതെടുത്തോണ്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരുന്നു. ഒടുവില് ഈ എനിക്ക് ഭയങ്കര തലവേദന പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മരുന്ന് എടുക്കാതെ തന്നെ, ആശുപത്രി പോവാതെ തന്നെ ദൈവം അത് അത് തന്നോ. മരുന്ന് എടുത്ത് എങ്കിലും എനിക്ക് അതിലൊന്നും ഒരു കുറവ് വന്നിട്ടില്ല. മരുന്ന് പിന്നീടല്ല, തലവേദന കൂടുതലായതുകൊണ്ട് എടുത്തതാണ്. അതിലൊന്നും എനിക്ക് കുറവ് കിട്ടിയിട്ടില്ല. തിരിച്ചത് കഴിഞ്ഞ് ഞങ്ങളെ നാട്ടിലിവിടെ തേങ്ങ ആളുകൾ എറിയുമ്പോ, തെങ്ങിൽ തേങ്ങ ഇരുന്ന് ആ തേങ്ങ എറിയുമ്പോ വലിയ കരിങ്കല്ലൊക്കെ പറക്കി തേങ്ങ എറിയും. അപ്പൊ ഈ കല്ല് ചെന്ന് മടലിൽ ചെന്ന് ഇടയിൽ കിടക്കും. ഞാൻ ആട്ടിനോടൊക്കെ ഓലത്തുമ്പോ ഞാൻ പിടിച്ച് അയക്കുമ്പോ ഈ കല്ല് വന്ന് എന്റെ തലയിൽ കൂടെ വീഴും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പാറയുടെ പുറത്തുനിന്ന്, ഞാൻ മോളിൽ നിന്ന് പാറയുടെ പുറത്തൂടെ, ഞങ്ങളവിടെ ഭയങ്കര പാറയാണ്, ഇറങ്ങി അടുത്ത പാറയിൽ കാല് വെച്ചപ്പം എടുത്ത് കമന്നടിച്ച് പാറയിൽ വന്ന് വീണ്. ഇന്നും എല്ലാ അടയാളങ്ങളും ഉണ്ട്. ഇന്നും എന്റെ ഈ പറയുന്ന എല്ലാം ഇന്നും എന്റെ ഇവിടെ അടയാളങ്ങളുണ്ട്. പാറയിൽ വീണ് എന്റെ താടിയുടെ ഈ കീഴ്പാട് താടി മൊത്തം പൊട്ടി കീറിയിട്ട് എല്ലാ പല്ലും ആട്ടം വെച്ച് മൊത്തം കമന്നടിച്ച് വിട്ട് മൊത്തം പല്ലുകൾ ആടാൻ തുടങ്ങി. താഴെ ഒരു പല്ലിന്റെ എല്ലാ ഇളവ് നിൽക്കുകയാണ്, ചതയിലും അങ്ങനെ നിൽക്കുകയാണ്. ചൂരമീനിന്റെ പീസ്, അകത്തുള്ള ചത അഴിയ മീനിന്റെ അതുപോലെ പീസ് വന്ന് കൂടിയവര് എന്റെ തുണി കൊണ്ട് തന്നെ അതിനെ ഒപ്പിയെടുത്ത് കളഞ്ഞെന്നാണ് പറയുന്നത്, എന്നെ കാണിക്കാതെ. എന്നിട്ട് അവരെല്ലാരും കൂടെ എന്നെ പിടിച്ചുകൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. ജന്നി വന്നു, നല്ല മുളകിന്റെ ഇലയിൽ എണ്ണ തേച്ച് അങ്ങനെ എന്റെ കാലിലും തരി പിടിപ്പിച്ചെന്ന് പറയുന്നത്. ആശുപത്രി പോയില്ല, അതോടെ വെച്ച് പിടിപ്പിച്ച് അത് അങ്ങനെ ഇരുന്നങ്ങ് പുറത്തു. അപ്പോഴും പല്ലൊളൊന്നും പോയിട്ടില്ല, അതോടെ അങ്ങ് പുറത്തതിന് ശേഷം വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇവിടെ വീണ്ടും ഒരു പാറയിൽ നിന്ന് അടുത്ത പാറയിലോട്ട് കാലെടുത്ത് വെച്ചതും അപ്പോഴും കമന്നടിച്ചു വീണപ്പോ ഇത് വീണ്ടും പൊട്ടിയപ്പം വീണ്ടും വീണ് ഞാൻ ഭയങ്കര ശബ്ദത്തിലാണ് ചെന്ന് വീണ ഒരു കുഴിഭാഗത്ത്. ഉടനെ അവിടെ അടുത്ത് ആള് താമസം ഉണ്ടായിരുന്നു. അവർ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വീണ് കിടക്കും. അവർ വന്ന് എന്നെ പിടിച്ചു പൊക്കി അവർ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. എനിക്ക് തേയിലൊക്കെ ഇട്ട് തന്ന് അവർ ഈ വെള്ളം കൊണ്ട് ഇതിനൊക്കെ എല്ലാം വൃത്തിയാക്കി. ആ പൊട്ടിയത് തന്നെ വീണ്ടും വിട്ടുപോയി. അവര് അതുപോലെ ചേർത്ത് പിടിച്ച് എന്നെ കുറെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ അതോടെ അതും അങ്ങനെ തന്നെ ഇരുന്ന്. അതിനുവേണ്ടി ഞാൻ മരുന്നൊന്നും ചെയ്തില്ല. ഇതെല്ലാം കൂടെ എനിക്ക് തലവേദന, പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് എനിക്ക് തലവേദന വന്നപ്പം എന്റെ വൈദ്യശാലയിലൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്തൊക്കെ മരുന്ന് ചെയ്തിട്ട് എന്റെ തലവേദന മാറിയില്ല. തലവേദന എന്ന് പറഞ്ഞാൽ ചില്ലറ തലവേദന അല്ല, സഹിക്കാൻ കഴിയാത്ത തലവേദനയായി. ഒരു വെള്ളം പോലും കുടിക്കാൻ തോന്നാത്ത തലവേദനയായി. അങ്ങനെ വന്നപ്പോ ഒരു ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു, യേശുപ്പ ഇന്ന വൈദ്യന്റെ അടുത്തൊക്കെ എന്നെ കൊണ്ടുപോയി, പൈസ ഉണ്ടായിരുന്നിട്ടല്ല, എന്നിട്ടും എന്റെ കഷ്ടപ്പാട് കൊണ്ട് എന്റെ ഭർത്താവ് എന്നെ കൊണ്ടുപോയി, അതിലും എന്റെ തലവേദന മാറിയില്ല. ഇനി ഞാൻ ഏത് വൈദ്യന്റെ അടുത്ത് ഞാൻ പോണം യേശുപ്പ എന്ന് ഒരു വിളി വിളിച്ചു. അപ്പോഴ് കർത്താവ് ആണെന്ന് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിഞ്ഞുകൂടല്ല അപ്പോഴും. അപ്പൊ എന്നോട് പറഞ്ഞ്, ഇംഗ്ലീഷിലാണ് പറഞ്ഞത് ആദ്യം. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് യേശുവിനെ കുറിച്ച് ആയിരിക്കാം ഇംഗ്ലീഷ്. അപ്പോഴേ ഞാൻ പറയണ എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല.
എന്ന് പറഞ്ഞപ്പോ ഉടനെ ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. കർത്താവായ യേശുവിനെ വിശ്വസിക്കാൻ പറഞ്ഞു. അപ്പോഴ് വിശ്വസിക്കുക, എന്റെ തല കഴുകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എണ്ണ തലയിൽ പൊത്തി, അതായത് വൈദ്യശാലയിൽ എണ്ണ, തല കഴുകി കളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കരു വെള്ളം കൊണ്ടുവച്ച് സോപ്പിട്ട് തേച്ച് തലയെല്ലാം കഴുകി കളഞ്ഞിട്ട് പൗഡറാണ് തലയിൽ ഞാൻ ഇട്ടത്. അതോടുകൂടി എന്റെ തലവേദന ഇന്ന് വരെ വന്നിട്ടില്ല. ആ തലവേദന അതോടുകൂടി തലവേദന മാറി. അതിനുശേഷം എനിക്ക് ഇതുവരെ തലവേദന വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് ഞാൻ കേട്ടിട്ട് 2 പ്രാവശ്യം വീണ്. പത്തനംതിട്ട വെച്ച് എനിക്ക് കേട്ടില്ല ഒരു പ്രാവശ്യം വീണ്, എന്റെ വീട്ടിൽ ഒരു പ്രാവശ്യം കേട്ടിൽ വീണ്, എന്റെ ആട് തള്ളിയിട്ട് എന്റെ മുട്ടൊടിഞ്ഞ് കാലിന്റെ ചട്ടം ഇണിഞ്ഞു പോയി, നാറ്റം വെച്ച് പോയി. മാറി നിന്നാണ് സ്മെല്ല് ഭയങ്കര നാറ്റമായിരുന്നു എന്ന് പറയണത്. അത്ര ഒരുപാട് എന്റെ ജീവിതത്തിനകത്ത് 70 വയസ്സിനകത്ത് ഞാൻ ഒരുപാട് വേദനകൾ ശരീരത്തിൽ അനുഭവിച്ച് എല്ലാം ചെയ്തെങ്കിലും ഞാൻ ഇപ്പോൾ പറയാണ്, ഞാൻ കുറെ വർഷത്തിനിപ്പുറം എന്റെ സ്വർഗീയ അപ്പച്ചൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പല പരീക്ഷകൾ തന്നു, പല പ്രതികൂലങ്ങളും തന്ന് എന്നെ കൈപിടിച്ച് എന്റെ കർത്താവ് നടത്തിയെന്ന് ഞാൻ ഈ കുറെ നാളിനിപ്പുറം ഞാനത് രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പട്ടിണിയിലും കഷ്ടപ്പാടുകളിലും മക്കളെ തുണികൾ കഴുവാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ മണ്ണിൽ കിടന്ന് കളിക്കുന്ന പിള്ളേരാണ്. കല്ലിൽ കൊണ്ട് ഉരച്ച് ഉണക്കി പറയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുളിപ്പിക്കാൻ ഒരു ബാർ സോപ്പ് പോലും വാങ്ങിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ജീവിതത്തിൽ കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാട്, അതിന്റെ അപ്പുറം കഷ്ടപ്പാട് ഞങ്ങൾ അനുഭവിച്ചു. പിന്നെ അവിടെ നിന്ന് അല്പച്ച് അങ്ങനെ വളർന്നു അങ്ങനെ പട്ടിണിയൊക്കെ സകലിച്ച് മാറി വരാൻ തുടങ്ങി. ഞാൻ കോഴിയെ വളർത്താൻ തുടങ്ങി, ഞാൻ ആട്ടിനെ വളർത്താൻ തുടങ്ങി, മുട്ട വിൽക്കാൻ തുടങ്ങി, കുഞ്ചിനെ വിൽക്കാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ഒന്ന് പാല് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചെറിയ കച്ചവടമായി വന്നു. അപ്പൊ മക്കള് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കള് വളർന്നുകൊണ്ടിരുന്നപ്പം എനിക്കൊരാഗ്രഹം, എന്റെ മക്കള് പഠിക്കണം. ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ബസിന്റെ ബോർഡ് പോലും നോക്കാനോ എവിടെയെങ്കിലും അകപ്പെട്ടാൽ എനിക്ക് വീട്ടിൽ വരാനും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്റെ 2 മക്കളെയും എവിടെയെങ്കിലും അകപ്പെട്ടാൽ അവർ തിരിച്ച് വീട്ടിലെത്തണം. അങ്ങനെ ബോർഡ് നോക്കി വരണം, ബസിന്റെ ബോർഡ്. അങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയെങ്കിലും വിടണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനിടെ കൂടെ ഈ കഷ്ടപ്പാടിന് മുമ്പ് ആലോചിക്കും. പിന്നെ പിള്ളേർ കുറച്ചൊക്കെ വളർന്നതൊക്കെ വന്നിട്ടാണ് കഷ്ടപ്പാട് മാറി വരുന്നത്. അപ്പൊ എന്നാ സ്ലേറ്റ് വാങ്ങിക്കാനോ നമുക്കൊരു പെൻസിൽ വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ മോനോട് ഞാൻ പറയും, മക്കളോട് പറയും, മക്കളെ ഈ സ്ലേറ്റ് പൊട്ടിയാൽ അടുത്ത സ്ലേറ്റ് വാങ്ങിക്കാം. പ്ലാസ്റ്റിക് സ്ലേറ്റ് ആണ് വാങ്ങിച്ചു കൊടുക്കണം. അത് പൊട്ടിയാൽ ഇത് സ്ലേറ്റ് വാങ്ങിക്കാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല, അത് പൊട്ടിക്കരുത്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഈ സ്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്. പെൻസിലായാലും ഞാൻ പറയും, മക്കളെ ഒരു പെൻസിലും ഞാൻ വാങ്ങിച്ചു തരും, അത് നഷ്ടപ്പെട്ട് വേലും സൂക്ഷിക്കായിരുന്നു, ഇനി വാങ്ങിക്കാൻ പറ്റും. റോട്ടിൽ കിടന്ന ആ എഴുതാത്തക്കുന്ന കല്ല് പറക്കി എഴുതിയിട്ടുണ്ട്, സ്ലേറ്റിന്റെ കഷ്ണം വെച്ച് എഴുതി പഠിച്ചിട്ടുണ്ട്, പിന്നെ കടൽ പെൻസിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിള്ളേര് പഠിച്ചു. അങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴ് ഞാൻ വളരെ മുട്ടിപ്പായിട്ട് കരയും. അപ്പോഴെല്ലാം ഞാൻ ഭയങ്കര കരച്ചിലാണ്. പിള്ളേരെയൊക്കെ വകിച്ച് കരച്ചിലാണ്, എല്ലാരെയും വകിച്ച് കരച്ചിലെല്ലാം ഉണ്ട്. എന്ത് അറിഞ്ഞൂടാ, എല്ലാം കരച്ചിലും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടെന്ന് വന്നപ്പോ എനിക്കൊരു ചിന്ത, 10ാം ക്ലാസ് ജയിക്കാതെ പഠിച്ചാൽ ഒന്നും അറിഞ്ഞൂടാ, 10എങ്കിലും ജയിക്കണം. അത് ഞാൻ മനസ്സിലാക്കാൻ കാരണം, ഒരു കൊച്ചിനോട് എന്തോ വാങ്ങിക്കാൻ വന്ന് കുറിക്കാൻ പറഞ്ഞ 10 പഠിക്കുന്ന ഒരു കൊച്ചിനോട് പറയുമ്പോൾ കൊച്ചു പറഞ്ഞ അവർക്ക് അതിനെ അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ 10 പഠിച്ചിട്ടും കാര്യമില്ല. 10ാം ക്ലാസ് ജയിച്ചാൽ അറിയാമെന്നാണ് എന്റെ ചിന്തയായിരുന്നത്. അപ്പൊ എന്റെ 2 മക്കൾ 10ാം ക്ലാസ് ഒന്ന് ജയിച്ചു കിട്ടിയത് കൊള്ളാന്ന് എനിക്ക് വലിയ ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു, ഭയങ്കര ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മോളെ പിന്നെ പലരുടെ സഹായത്താല് നേഴ്സിംഗിന് പഠിപ്പിക്കാനായിട്ട്, അതായത് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ഒത്തു. അങ്ങനെ പലരെ സഹായത്തില് അങ്ങനെ പഠിപ്പിച്ചു. പഠിച്ച് അവൾ 10ാം ക്ലാസ് പഠിച്ച് 1 വർഷം മേഡിക്കലിക്ക് പോവാൻ സഹായിച്ചു. പിന്നെ നേഴ്സിംഗിന് അവൾ പഠിച്ചു. അങ്ങനെ 3 വർഷം നേഴ്സിംഗിന് പഠിച്ചു കഴിഞ്ഞ് 3 വർഷം അല്ലർപ്പ് ആശുപത്രിയിൽ അവൾ നേഴ്സായിട്ട് ജോലി ചെയ്തു. തിരിച്ച് എന്റെ മകൻ പഠിച്ചു. അവനും മേടിക്ക് 1 വർഷം പോയി, എഴുതിയില്ല, പരീക്ഷ എഴുതിയില്ല. എന്റെ വീട്ടിന്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് അവൻ പിന്നെ അപ്പനെ സഹായിക്കണമെന്നുള്ള ചിന്തയോടുകൂടി എന്നെയും സഹായിക്കണം, ഇത്രയും കഷ്ടപ്പെടണം, അപ്പനെ അമ്മയെ എനിക്ക് സഹായിക്കണം പറഞ്ഞ് ഞാൻ പോലും അറിയാതെ സ്കൂളിൽ പോവാതെ അവൻ പിന്നെ തിരിഞ്ഞ് ആളുകൾക്ക് വെള്ളങ്ങൾ എത്തിച്ചു കൊടുക്കാം, സൈക്കിളിൽ ലോഡ് ചവിട്ടി സാധനങ്ങൾ കൊണ്ട് എത്തിക്കാം, കടകളിലെ സാധനം എത്തിക്കാം, കിട്ടുന്ന പൈസ എന്റെ കയ്യിൽ ഓടിക്കൊണ്ട് തന്ന് ഞാൻ അതിനെയൊക്കെ സൂക്ഷിച്ച് അങ്ങനെയൊക്കെ പരിപാലിച്ച് അതിനെ ഈരിനെ പേനാക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം പ്രാർത്ഥന. എന്റെ ജീവിതത്തിൽ പ്രാർത്ഥന അപ്പോഴും ഉള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്നു, അത് ദൈവത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, അത് ദൈവം കേൾക്കണോ ഇല്ലെന്നൊന്നും എനിക്ക് എപ്പോഴും അറിഞ്ഞുകൂടാ.
പിന്നീട് ഓരോ അനുഭവങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാം ചില അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം കർത്താവ് തന്നെ എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അതായത് എനിക്ക് ഇങ്ങനെ ഞാൻ ആരാധനയ്ക്കൊക്കെ ഇഷ്ടംപോലെ ഞാൻ ഓടുമെന്ന് പറഞ്ഞു. പോയി സ്വർഗത്തിൽ പോകാൻ വേണ്ടിയായിരുന്നു ആരാധനയ്ക്ക് ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ആരാധനയ്ക്ക് ഞാൻ ഓടുന്നത് എനിക്ക് ആഭരണം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല. ആരാധനയ്ക്ക് നീ പൊയ്ക്കോ, പക്ഷെ ഞാൻ ആഭരണങ്ങളൊന്നും മാറ്റി സ്നാനം എടുക്കാൻ പറ്റും, എല്ലാം നശിപ്പിച്ചു, നീ ഇത്രയും കൂടെ നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടമല്ല, എനിക്കും ആഭരണത്തിന് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകണം. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിലാണെങ്കിൽ ആഭരണം ഇട്ട് സ്നാനം കൊടുക്കുകയും ഇല്ല. അപ്പോഴ് ആ സ്നാനത്തിന്റെ സമയമായപ്പം കർത്താവ് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് കർത്താവിനെയൊക്കെ ഞാൻ അറിയാനായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ രണ്ടുള്ള ചവിട്ട് പോലെ നിന്നാ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, പിന്നെ എന്നോട് പറയാണ്, അതായത് ഞാൻ സ്വർഗത്തിൽ പോകാനാണല്ലോ ഇതെല്ലാം ചെയ്തത്. അപ്പോഴ് പറയാണ്, വെള്ളത്താലോ ആത്മാവിലും ജനിച്ചില്ലായെങ്കിൽ സ്വർഗരാജ്യം കടക്കാൻ സാധിക്കില്ല എന്ന്. പിന്നെ ഒരു വാക്ക്, ഇടയ്ക്ക് ഒരു വാക്ക് ദൈവം പറഞ്ഞു, എന്റെ ആത്മാവ് പ്രാപിക്കാത്തവൻ എനിക്കുള്ളതല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോ ഇതെല്ലാം പറയുന്ന യേശുപ്പൻ എല്ലാം നേരിട്ട് എന്നോട് പറഞ്ഞാണ്. എന്റെ റൂമില് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പം ഞാൻ എന്ത് കാര്യം ചിന്തിക്കുമോ അതിന് മറുപടി അപ്പറ്റ നേരിട്ട് എനിക്ക് തരുന്നതാണ്. ആരുടെ കൂടെ അല്ല, ഞാൻ ആരുടെയും തലക്കീഴിൽ കൈക്കീഴിൽ തല കൊണ്ട് വെച്ചു കൊടുക്കൂല. ആരും പ്രാർത്ഥിക്കുന്നതോട് എനിക്ക് ഇഷ്ടമല്ല. ആരാധനയ്ക്ക് പോകും, എനിക്ക് ആവശ്യമുള്ള കൈയടിച്ച് ആരാധിച്ച് ബലപ്പെട്ട് ഞാൻ വരും. അല്ലാതെ ആരെ മുമ്പിൽ ഞാൻ ഓടി പ്രാർത്ഥിക്കണം പറഞ്ഞ പോകില്ല. ആരെയും വീട്ടിൽ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കില്ല. അതായത് എന്റെ യേശുപ്പൻ എന്റെ കൂടെയുണ്ട്. ഞാൻ എന്ത് ചിന്തിക്കുന്നോ എന്റെ അപ്പൻ എന്നോട് സംസാരിക്കുന്നു. എന്റെ ആവശ്യങ്ങൾക്ക് എന്നോ പറയും, ആവശ്യങ്ങൾ പറയും വിശ്വാസത്താൽ അയക്കാൻ പറയും. പിള്ളേരെ പഠിക്കുന്ന കാര്യത്തിലും ഞാൻ വളരെ ഭാരപ്പെട്ടെന്ന് പറഞ്ഞു, നീ വിശ്വാസത്താൽ അയക്കാൻ പറഞ്ഞു. ഞാൻ ആ വാക്ക് കേട്ട് അയച്ചു. പക്ഷെ അവിടെ തോടി വന്നില്ല. അവള് പിന്നെ 3 വർഷം എന്തോ നേഴ്സിംഗിന് പഠിക്കാനും 3 വർഷമാണെന്ന് തോന്നുന്നു പഠിക്കാനും, അവക്ക് നേഴ്സിംഗിന് ജോലി ചെയ്യാനും, എന്റെ മോന്. അപ്പൊ ഇതെല്ലാം പടിപടിയാ ദൈവം കൊണ്ടുവന്നത്. എല്ലാം വിശ്വാസത്താൽ ചെയ്യാൻ പറഞ്ഞു. ഈ വാക്ക് കേട്ട് ചെയ്തു. പിന്നെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു, നീ ചെയ്യേണ്ട എല്ലാം കർത്താവ് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നീ നടക്കേണ്ട വഴിയും ചെയ്യേണ്ട ആലോചന നിനക്ക് ഞാൻ തരും. അപ്പൊ അങ്ങനെ എന്റെ കർത്താവ് പറയുമ്പോ എനിക്ക് മറ്റുള്ളവരെ എനിക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നീ ചെയ്യേണ്ട ആലോചനയും നിനക്ക് നടക്കേണ്ട വഴി ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞപ്പോ ഇന്നും യേശുപ്പൻ പറയുന്ന വഴിയിൽ കൂടെയും ഇന്നും അപ്പൻ പറയുന്ന ആലോചന പ്രകാരമല്ലാതെ മറ്റാരെന്ത് പറഞ്ഞാലും ഞാൻ ഏറ്റെടുക്കുകയില്ല. കാരണം എന്റെ അപ്പൻ എന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കില്ല. അതിൽ കവിഞ്ഞ് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഇന്ന് വരെ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അപ്പ എന്നോട് സംസാരിക്കും. എന്ത് കാര്യവും അപ്പ എന്നോട് സംസാരിക്കും. ഞാൻ എന്ത് ചിന്തിക്കുമോ സംസാരിക്കും. ഞാൻ എന്ത് ചോദിക്കുമോ എന്റെ അപ്പൻ എനിക്ക് തരും. അന്നല്ലെങ്കിൽ പിന്നീട് എങ്ങനെയായാലും എന്റെ അപ്പൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ കർത്താവ് പറഞ്ഞ് സ്നാനത്തിന്റെ ആയപ്പം കർത്താവ് പറഞ്ഞു, വെള്ളത്താൽ ആത്മാവിൽ ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കടക്കാൻ സാധിക്കില്ല. ഞങ്ങളെ ചർച്ചിലാണെങ്കിൽ ഉരുപ്പടിയിട്ട് സ്നാനം കൊടുക്കുകയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ എല്ലായിടവും ഓടിയിട്ടും അതൊന്നും അംഗീകരിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ വെച്ച് ശിശുസ്ഥാനം, കുഞ്ഞിലെയുള്ള സ്ഥാനം തന്നെന്നും പറയണ്. അപ്പൊ അത് അപ്പച്ചനെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സ്നാനം പറയില്ലായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ശിശുസ്ഥാനം യേശപ്പൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്നോട് ഈ ഫുൾ സ്നാനം എടുക്കാൻ അപ്പം പറയുന്നത്. അങ്ങനെയെങ്കിൽ മുങ്ങി സ്നാനം എടുക്കണം എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിക്കാൻ തുടങ്ങി. കാരണം ആ സ്നാനം അപ്പച്ചനെ അംഗീകരിച്ചിരുന്നെങ്കിൽ, ശിശു സ്നാനം അംഗീകരിച്ചിരുന്നെങ്കിൽ സ്നാനം എടുക്കാൻ പറയില്ല. അങ്ങനെയെങ്കിൽ ഈ സ്നാനമാണ് അപ്പൻ അംഗീകരിക്കുന്നു മനസ്സിലാക്കിയിട്ട് ഞാൻ ഉടനെ തന്നെ എനിക്ക് പിന്നെ ആഭരണമൊന്നല്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഞാൻ അന്ന് തന്നെ എന്റെ പാസ്റ്റർ കൂടെ വന്നു. ഞാൻ പാസ്റ്റർ തൊട്ട് പാസ്റ്ററെ എനിക്ക് സ്നാനം എടുക്കണം, ആരൊക്കെ എടുക്കണം ചോദിച്ചാൽ അവരെ എനിക്ക് ഭർത്താവിന്. അപ്പോഴോ ഞാൻ പറഞ്ഞില്ല, മക്കൾക്ക് എടുക്കുന്നില്ല എന്ന്. അതെന്ത്? അത് പിന്നെ എടുക്കട്ടെ പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, വലിയ വലിയ പാസ്റ്റർമാരെ മക്കൾക്ക് കൊടുക്കുന്നതിനെ കാട്ടിയും നിങ്ങളെ മക്കൾക്ക് എടുക്കാനുള്ള യോഗ്യത പറഞ്ഞു. എന്റെ മക്കളെ ദൈവഭയത്തിലും അനുസരണത്തിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും സഭയ്ക്കും ദേശത്തിനും മാതൃകയുള്ള നല്ല മക്കളായിട്ട് എനിക്ക് വളർത്താനും എന്റെ അപ്പ കുഞ്ഞു പ്രായം മുതൽ ദൈവഭയത്തിൽ അവരെ വളർത്താനും എന്റെ അപ്പ സഹായിച്ചു. അതുകൊണ്ടാണ് പാസ്റ്റർ പറഞ്ഞത്, വലിയ വലിയ പാസ്റ്റർമാരുടെ മക്കളെ കാട്ടി നിങ്ങളെ മക്കൾക്ക് യോഗ്യത ഇല്ല പാസ്റ്ററെ, അവർക്ക് സ്വന്തമായിട്ട് സംഭവം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അതങ്ങനെയായി. പിന്നെ ഞാൻ സ്നാനം, അപ്പൊ പാസ്റ്റർ സന്തോഷമായി, ശരി എടുക്കാന്ന് പറഞ്ഞ് ആഴ്ച കാത്തിരിപ്പ് വെച്ചു. ഞാനും എന്റെ ഭർത്താവ് ഒരുമിച്ച് സ്നാനവും എടുത്തു. അപ്പൊ ഈ സ്നാനം എടുത്തു കഴിഞ്ഞ്
ചില വർഷങ്ങൾ കഴിഞ്ഞപ്പം ഞങ്ങൾ ആ ഭൗതിക കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വലിയ കൊടുമ്പട്ടിയിൽ നിന്നൊക്കെ കയറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവള് നേഴ്സിനായപ്പം അവളെ ആവശ്യമുള്ള പൈസ അവൾക്ക് കിട്ടും. പിന്നെ അവൻ ഈ വെള്ളങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം ജോലി ചെയ്യുമ്പോൾ അവനും വല്ലതും കൊണ്ട് തരും. ഞാനും ഇവിടെ വീട്ടിൽ ഇരുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ആട് വളർത്തിയും കോഴി വളർത്തിയും ഞാനും ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ആക്കും. അങ്ങനെ ആക്കാൻ തുടങ്ങി. അവസാനം പിന്നെ ഞാന് സ്നാനം എടുത്ത് ചില വർഷം കഴിഞ്ഞപ്പം എന്നോട് ദൈവാത്മ പറഞ്ഞു, ഇനി നീ സാക്ഷിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പോയിട്ട് അതിന് മുമ്പേ ഒരു വാക്കുണ്ട്, ഇടയ്ക്ക് പറഞ്ഞു വിട്ടുപോയി. എന്റെ മക്കള് കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ കർത്താവ് പാറപ്പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ച, കർത്താവ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പാറപ്പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അതായത് കടലില് പാറയുടെ പുറത്ത്, കടലെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങല്ല എങ്കിലും കടലില് വലിയ പാറയുടെ പുറത്ത് അങ്കിയിട്ട ഒരു മനുഷ്യൻ നിൽക്കുന്നു. അപ്പോഴൊന്നും എനിക്ക് യേശുവിനെ അറിഞ്ഞൂടാ. അങ്കിയിട്ടിരിക്കണമെങ്കിൽ എനിക്ക് അപ്പോഴാ യേശുവിനെ അറിഞ്ഞൂടാ. അപ്പൊ അങ്കിട്ട് ഒരാൾ ഇരിക്കുന്നു. ഞാൻ അവിടെ വെള്ളസാരി ഉടുത്ത് ഞാൻ ഒരു ബൈബിളും വെച്ചും കൊണ്ട് ഞാൻ പാറയുടെ പുറത്ത് അടുത്ത് നിൽപ്പുണ്ട്. ഈ അങ്കിട്ട ആളിന്റെ അടുത്ത് ഞാൻ നിൽപ്പുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യേശു എന്നോട് പറയുകയാണ്, യേശു ഒന്ന് അപ്പോഴും അറിഞ്ഞൂടല്ലോ, എങ്കിലും എന്നോട് പറയുകയാണ്, നീ ലോകത്ത് സാക്ഷിയാവണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടുമില്ല, എനിക്ക് സാക്ഷി എന്ന് പറഞ്ഞ പോലും തിരിച്ചറിവില്ല. അപ്പോഴ് നീ ലോകത്ത് സാക്ഷിയാവണമെന്ന് ഞാൻ പറഞ്ഞു, യേശപ്പ ഞാൻ ലോകത്ത് സാക്ഷിയാവാനാ, ഞാൻ എങ്ങനെ ലോകത്ത് സാക്ഷിയാവും എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോഴേ പറഞ്ഞ്, നിന്നെ ഞാൻ എങ്ങനെ, വളരെ സിമ്പിള്, നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിച്ചു, ഏത് വിധത്തിനെ സ്നേഹിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്കുകൂടി നിനക്ക് എന്നെ കുറിച്ച് പറയാൻ വിചാരിച്ചത്. ഓ, അതാണ് അപ്പൊ ആ സാക്ഷി. അങ്ങനെ എനിക്ക് ഒന്നല്ല രണ്ടല്ല, എനിക്ക് ഒരുപാട് സാക്ഷി എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു അമ്മച്ചി വന്ന് നിൽക്കുന്നു. അമ്മച്ചിയോട് ഞാൻ സാക്ഷികളെല്ലാം ഞാൻ പറയുന്നു. അമ്മച്ചിയോടെല്ലാം ഞാൻ സാക്ഷി പറയുന്നു. അമ്മച്ചി വളരെ സാക്ഷി കേട്ടോണ്ടിരിക്കുന്നതായിട്ട് ദർശനം. അപ്പോ നേരം എടുത്തപ്പോ ഞാനിവിടെ വീട്ടിലുണ്ട്. അപ്പൊ അതങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അവസാനം വന്നപ്പോ എന്നോട് പറഞ്ഞു, നീ സാക്ഷിക്ക് ഇറങ്ങണം. സാക്ഷിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഞാൻ യേശുവിനെ മനസ്സിലാക്കിയ കാലമാണ്. യേശപ്പൻ ആരാണെന്ന് തിരിച്ചറിയുന്ന കാലമാണ്. ഇറങ്ങാൻ പറഞ്ഞു, സാക്ഷിക്ക് ഇറങ്ങാൻ പറഞ്ഞു. സാക്ഷിക്ക് പോണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പൈസ, അതിനുള്ള പൈസ ഇല്ല. ഇറങ്ങിയ ബസ് യാത്ര വേണം, വഴി വെച്ച് ആഹാരം കഴിക്കണം, അതിനുള്ള വസ്ത്രങ്ങൾ വേണം, അതിനുള്ള ബൈബിള്, കറുത്ത ബൈബിള് വേണം. എന്റെ പുതിയ നിയമമേ ഉള്ളൂ, കറുത്ത ബൈബിള് വേണം. അപ്പൊ എനിക്ക് പിന്നെ എനിക്ക് അതുപോലെ എല്ലാം വേണം. അങ്ങനെ മഴ പെയ്ത കുട വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് വേണം പോവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇതൊന്നും എനിക്കില്ല. വസ്ത്രം ഒന്നും മാറി കൊടുക്കാനില്ല. ഒരു വഴിക്ക് വയ്യ, ആ രീതിയിൽ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ദൈവത്തെ ഞാൻ അറിഞ്ഞു തുടങ്ങിയപ്പം അങ്ങനെ തന്നെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. മറ്റുള്ളവരുടെ മുമ്പില് ആ ദൈവത്തെ കൊച്ചാക്കി കാണിക്കാൻ പാടില്ലെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അപ്പൊ ദൈവത്തെ അറിഞ്ഞ ശേഷം എന്നെ ദൈവം ഉയർത്തി അനുഗ്രഹിക്കുന്നതാണ് മറ്റുള്ളവരെ അറിയാൻ എന്നുള്ള ഒരാഗ്രഹം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് എന്റെ മാതൃകയിൽ കൂടെ അവരെ ശരിയാക്കി കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ നല്ല നടപ്പിലും എന്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ കണ്ട് എന്നെ മാനസാന്തരപ്പെടണം. എന്റെ ചുറ്റുപാടിലുള്ളവരെല്ലാം എന്നെ കണ്ട് മാനസാന്തരപ്പെടണം. എന്റെ മക്കളെ കണ്ട് മാനസാന്തരപ്പെടണം. എന്റെ കുടുംബജീവിതം കണ്ട് മാനസാന്തരപ്പെടണം. ഇതൊക്കെ കാണുമ്പം അവർ മനസ്സിലാക്കണം, അവർ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് ആ കുടുംബത്തിനകത്ത് ഇത്രയും സമാധാനവും സന്തോഷവും ഇതായിട്ട് അവർ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇതെല്ലാം ഒരു ഗുണപാഠമായിട്ട് പോകുന്നത്. അങ്ങനെ സാക്ഷിക്ക് ഞങ്ങൾ പോവാനായിട്ട് ഒരു പ്രാവശ്യം യേശപ്പം പറയുന്നു. പോവാത്തത് കൊണ്ട് അടുത്ത് 2ാം പ്രാവശ്യം കർത്താവ് പറയുകയാണ്, ഇനി നീ സാക്ഷിക്ക് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. ഒച്ചത്തില് ഇടിമുഴക്കം പോലെയാണ് അത് പറഞ്ഞു. ഇന്ന് വരെ എന്നോട് അപ്പൻ ദേഷ്യപ്പെട്ടിട്ടില്ല. അന്ന് ദേഷ്യത്തിൽ അപ്പം പറയുകയാണ്, ഇനി നീ സാക്ഷിക്ക് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. ഇടിമുഴക്കം പോലെ എന്റെ കൈ വിറച്ച് വരച്ച് സാരി എടുത്ത് ഞാൻ ഉടുക്കുകയാണ്, കൈ വിറച്ച് വരച്ച് ഉടുക്കുകയാണ്. അപ്പോഴാണ് ദൂതൻ പറയുകയാണ്, ഒരാൾ കൂടെ ഉണ്ട്. ആ ദൂതൻ പറയാണ്, അവള് പോവാനായിട്ട് വരുന്നതല്ലേ, അവളെ ഇപ്പോഴത്തേക്ക് അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞ്, ഇനി ഞാൻ വടിയെടുത്താൽ നിന്നെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞ്. അതിനിടയ്ക്ക് തന്നെ എന്റെ ടവലില് കുറെ രൂപ എന്റെ യേശപ്പൻ 2 കൈ കൊണ്ട് ഇങ്ങനെ വാരി എടുത്തതുപോലെ എടുത്ത് എന്റെ ഈ ടവലില് ഇത് വച്ചു തന്നു. അപ്പൊ ഈ പൈസ ഇങ്ങനെ കളഞ്ഞ് ഞാൻ കൊണ്ട് നടക്കുകയാണ്. അപ്പന്റെ പുറകെ ഞാൻ, യേശപ്പന്റെ പുറകെ ഞാൻ ഈ പൈസയും കൊണ്ട് 20 കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അങ്ങനെ നടന്ന് അതോടുകൂടി ഞാൻ കണ്ണു തുറന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് പിന്നെ ദൈവം അങ്ങോട്ട് ദൈവം എനിക്ക് ഒന്നിനും കുറവ് വെച്ചിട്ടില്ല. അങ്ങനെ 20 കൊണ്ട് നടന്നു. അപ്പൊ ഞാന് പിന്നെ ഇനി കർത്താവ് വടിയെടുത്താൽ ആരെയാണ് ശിക്ഷിക്കണം എന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് ശിക്ഷിക്കണം എന്ന് അറിഞ്ഞുകൂടാ എന്ന് പേടിച്ചിട്ട് ഞാൻ എന്റെ നേരം എടുത്തു. ഞാൻ കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് അപ്പൊ എന്റെ ഭർത്താവ് ചോദിച്ചു, നീ ഉറങ്ങിയില്ലേ?
ഞാൻ പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ട് നെട്ടി ചാടി അടിച്ചിരുന്ന് കരയാണ്, എന്ത് കാര്യം എന്തോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് യേശപ്പ പറയാണ് സാക്ഷിക്ക് പോണമെന്ന് പറയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ, നീ കിടന്നു ഉറങ്ങും, നമുക്ക് നേരം വെളുക്കിടന്നിടാം. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. പള്ളിയിൽ പോയപ്പോ ഞാൻ സാക്ഷിയിൽ കൂടെ ഞാൻ പറഞ്ഞ് ദൈവാത്മാവ് ഞാൻ സാക്ഷിക്ക് പോവാനായിട്ട് പറയുകയാണ്, അതിനുവേണ്ടി എത്രയും വേഗത്തിൽ പോകാൻ വേണ്ടി ദൈവദാസനും സഭയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് പാസ്റ്റർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥന കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ ഞാനൊരു തീരുമാനം എടുത്തു. നടന്ന് ഏതെങ്കിലും അടുത്തുള്ള സഭകളിൽ നടന്നു പോയി സാക്ഷി പറയാം. കാരണം യേശപ്പൻ എങ്ങനെ അടിക്കുമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് അടുത്തുള്ള സഭകളിൽ പോയി സാക്ഷി പറയാം എന്നും പറഞ്ഞ് ഞാൻ തീരുമാനം എടുത്തോണ്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. വന്നിട്ട് ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തുള്ള സഭകളിൽ നമുക്ക് നടന്നു പോയി രാവിലെ എഴുന്നേറ്റ് നടന്നു പോയിട്ട് നമുക്ക് വെള്ളം ദാഹിക്കുമ്പോൾ വിശക്കുമ്പോൾ ഏതെങ്കിലും പൈപ്പിന്റെ മൂട്ടിൽ ചെന്നിരുന്ന് നമുക്ക് വെള്ളം കുടിച്ച് ക്ഷീണം തീർന്നിട്ട് നമുക്ക് വീണ്ടും പോയി സാക്ഷി പറയാം. അങ്ങനെ നമുക്ക് പോയി തുടങ്ങാം. അത് കാണുമ്പോൾ യേശപ്പന് വിഷമം തോന്നുന്നു. എങ്ങനെ എന്റെ മക്കളോട് സാക്ഷിക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോ അവർ ഇറങ്ങിയല്ലോ, അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് യേശപ്പന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചു. പിറ്റേ ആഴ്ചയിൽ ഞാൻ പള്ളിയിൽ പോയപ്പം ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ അടുത്ത ആഴ്ചയിൽ ഞങ്ങള് മറ്റൊരു സഭയിൽ പോവുകയാണെന്ന് പറഞ്ഞു. നല്ല കാര്യം എന്ന് പറഞ്ഞ് അപ്പോൾ പാസ്റ്റർ ആരാധന കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, സഭയിൽ പറഞ്ഞു പ്രാർത്ഥിച്ചു. ആരാധന കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ വേറൊരു സഭയിലാണല്ലോ എന്ന്. പോകുന്നതിന് അപ്പൊ പാസ്റ്റർ അതിന്റെ വിഷമമൊന്നുമില്ല. ഇല്ല പോകുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, ഒരു ഞായറാഴ്ച ഞങ്ങൾ ഇവിടുത്തെ സഭയായിരിക്കണം, ഒരു ഞായറാഴ്ച നിങ്ങൾ വേറെ വെക്കണം. ഞങ്ങളെ സഭയിൽ ഇവിടുത്തെ സഭയിൽ എന്തെങ്കിലും മറ്റു ആവശ്യങ്ങളോ കാര്യങ്ങളോ വിശേഷങ്ങളോ വല്ലതും നടന്നാൽ അന്ന് നിങ്ങൾ ഇവിടെ കാണണം പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ തന്നെ എന്ത് ചെയ്തു, ശനിയാഴ്ച ദിവസം ആയപ്പം പോകേണ്ട റൂട്ടും കയറേണ്ട ബസ്സും അതുപോലെ തന്നെ ഇത് ആ പള്ളി നമ്മളെ ഈ തരത്തിലുള്ള പള്ളിയാണ്, ഇതിനുള്ള കീഴിലുള്ള സഭയാണ്. ആ ചർച്ചിലെ പാസ്റ്റർ ഇതൊക്കെ വെച്ച് എല്ലാം തന്നിട്ടുണ്ട്. ഈ എടുത്തു വിട്ടെന്ന് പാസ്റ്ററെ കൈ കൊടുക്കാം, സാക്ഷിക്ക് ഇന്ന് സമയം തരുമെന്ന് പറഞ്ഞു. പിന്നെ വാഹനത്തിനെല്ലാം ഞാൻ ഇന്ന ബസ്സിൽ കയറണമെന്ന് ഇന്നടത്ത് ഇറങ്ങണമെന്നൊക്കെ വരപ്പുകളൊക്കെ തന്നു ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ പോയി ഞങ്ങൾ എത്രയോ സഭകളിൽ, ഒരുപാട് സഭകളുണ്ട്, എല്ലാ സഭയിലും ഈ 2 പ്രാവശ്യം പോയി സാക്ഷി പറഞ്ഞു. അപ്പോഴും ഒരു സാക്ഷി കിടക്കണം. ലോകത്ത് സാക്ഷിയാവുന്നുള്ളത് അത് അവിടെ അങ്ങനെ കിടക്കുകയാണ്. അത് ആദ്യമേ പറഞ്ഞൊരു വാക്കാണ്. അപ്പോഴ് ഈ സാക്ഷി ഞങ്ങൾ അങ്ങ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മക്കളെ കല്യാണങ്ങളൊക്കെ പിന്നെ ആവുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ എൻ്റെ മോൾക്ക് കല്യാണം ആവുന്നു. ഞങ്ങൾക്ക് യാതൊരു ജോലിയില്ല സ്ഥാനത്ത് ഒരു സ്വർണ്ണ കച്ചവടം ചെയ്തോണ്ടിരുന്ന ഒരു പുരുഷനെയാണ് എൻ്റെ മോക്ക് ഒരു ഭർത്താവായി കിട്ടിയത്. അങ്ങനെ എൻ്റെ മോളെ കല്യാണം കഴിച്ചു. പിന്നെ അങ്ങനെ അവള് സന്തോഷമായിരിക്കുന്നു. പിന്നെ എൻ്റെ മോൻ കല്യാണം കഴിച്ചു. അവനൊരു ഭാര്യയ്ക്ക് അപ്പോഴും ജോലി ഇല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് ജോലി കിട്ടി, ഗവൺമെന്റ് ആയിട്ട് അവൾക്ക് ജോലി കിട്ടി. ഞങ്ങൾക്ക് ഇതിനൊന്നിനും ജോലിയില്ല ആ സ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ജോലിയുള്ള പിന്നെ ഗവൺമെന്റ് ജോലിയുള്ള ഒരു പെൺകുട്ടി അവന് കിട്ടി. പോയിട്ട് എൻ്റെ മോന് സയൻസ് സ്കൂളിൽ ഇടാനുള്ള അവൻ എങ്ങനെ പഠിച്ചെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പഠിച്ച് അതിന്റെ എല്ലാം അവൻ എന്നെ പോലും അറിയാതെ പഠിച്ചാണ് അവന്റെ ബുക്കുകളെല്ലാം തയ്യാറാക്കി എടുത്തതും സയൻസ് സ്കൂളിൽ അവൻ സ്വന്തമായി അവൻ ഇട്ടതും. പിന്നീട് അങ്ങനെ ഇപ്പൊ എത്ര വാഹനങ്ങളൊക്കെ ഉണ്ട്, പഠിപ്പിക്കാനുള്ള എല്ലാം അവന് ആളുകളെ കിട്ടുന്നുണ്ട്. അങ്ങനെ അവൻ സന്തോഷമായിരിക്കുന്നു. അങ്ങനെ അവന് 2 മക്കളെ ദൈവം കൊടുത്തു. നല്ല ദൈവാനുസരണമുള്ള 2 മക്കളെ ദൈവം കൊടുത്തു. കൊച്ചുമോൻ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചുമോള് പിന്നെ കാനഡയില് പിന്നീട് കാനഡയിൽ അവളിപ്പോ 1 മാസം കഴിഞ്ഞ് അവള് അവിടെ പഠിക്കാനായിട്ട് അവള് പോയിരിക്കുന്നു. അതുപോലെ എൻ്റെ മോള് അവിടെയും അങ്ങനെ തന്നെ. അവൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മോള് കല്യാണം കഴിഞ്ഞു. പയ്യനും അവളും UK-യിലാണ്. അവരും സന്തോഷമായിട്ട് കഴിയുന്നു. മോളും കുടുംബം സന്തോഷമായിട്ട് കഴിയുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിതൊന്നും സന്തോഷമല്ല പറഞ്ഞത്. ദൈവത്തെ അറിഞ്ഞു തുടങ്ങിയപ്പോ ദൈവം പടിപടിയായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് കൊണ്ടുവന്ന വിധത്തെ കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാര്യം കൂടെ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് ഞാൻ പലപ്പോഴും എനിക്ക് പരിശുദ്ധാത്മാവ് വന്നെങ്കിലും എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. പലപ്പോഴും പ്രാവ് പറക്കണ എൻ്റെ മുമ്പിൽ പറക്കും, എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഒരു ദിവസം ഒരു കാത്തിരിപ്പിന് ഞാൻ സഭയിൽ ചർച്ചിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാത്തിരിപ്പിന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയൊരു പ്രാവ്
അതില് നല്ല ഇതുള്ള, അതായത് അഗ്നിജ്വാല ഒത്ത ഒരു പരിശുദ്ധാത്മാവ്, ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇരട്ടി ശക്തി, അങ്ങനെ അത് വന്നിട്ട് എന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ അത് ചിറവിട്ട് അടിച്ച് വെപ്രാളം കൊണ്ട് കിടന്ന് അടിക്കുകയാണ്. അപ്പോഴും ഞാൻ പറയാണ്, കൈ അടിച്ചിട്ട് പറയാണ്, യേശുപ്പാ എന്നെ ശുദ്ധീകരിക്കണം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിങ്ങനെ കാണുക. അപ്പോഴും ഞാൻ ഹൃദയ കണ്ണുകൊണ്ട് കാണുകയാണ്, യേശുപ്പാ ഇത് എന്നും പ്രാവ് എന്റെ മുമ്പിൽ കിടന്ന് പറക്കും, പക്ഷെ ഒരിക്കലും എന്റെ ഹൃദയത്തിലോട്ട് കയറുന്നില്ല. എനിക്കൊന്നും കാര്യം അറിഞ്ഞൂടാ, ഇതൊന്നും വിവേകാനന്ദ അപ്പോഴൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്റെ ഹൃദയത്തിലേക്ക് കയറുന്നില്ല. ഇതെന്നും എന്റെ മുമ്പിൽ കിടന്ന് പറക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്റെ ഹൃദയത്തിൽ നിന്ന് കയറിയെങ്കിലോ എന്ന് പറഞ്ഞ് കൈയെടുത്ത് പ്രാർത്ഥിച്ചോട്ട് ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ഈ പ്രാവ് എന്റെ ഹൃദയത്തിലേക്ക് കയറി. പിന്നെ പുറവശത്തൂടെ പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ കണ്ടേയില്ല. ഒടുവില് പുറത്തിറങ്ങിയപ്പോ ഞാൻ കണ്ടെന്നിട്ട് ചോദിച്ചു, ഞാനൊരു കാഴ്ച ഞാൻ കണ്ടത്. അപ്പോഴാണ് അഗ്നി ചോല ഒത്തവണ്ണം പരിശുദ്ധാത്മാവ് പിന്നെ അതിനോടൊപ്പം തന്നെ അന്യഭാഷ അതിനോടൊപ്പം തന്ന് എനിക്ക് എല്ലാവരും സ്നേഹിക്കാനുള്ള നല്ലൊരു മനസ്സ് തന്നു. എല്ലാവരും മക്കളെ പോലെ, അപ്പനെ പോലെ, അമ്മയെ പോലെ, സഹോദരങ്ങളെ പോലെ വളരെ സ്നേഹിക്കാനുള്ള നല്ലൊരു മനസ്സ് എനിക്ക് തന്നു. അതിലെ വ്യത്യാസങ്ങൾ എനിക്ക് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ അവർ പറഞ്ഞു, നിങ്ങൾ അഗ്നിജ്വാലയ്ക്ക് ഉള്ള അഭിഷേകം നിങ്ങൾ പ്രാപിച്ചിരിക്കുകയാണ്, ഇരട്ടി കൃപ നിങ്ങൾ പ്രാപിച്ചിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. എന്നായിരുന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും ആപത്തുകളും അപകടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നിട്ടും ഈ പരിശുദ്ധാത്മാവാണ് എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസമായപ്പോ എന്റെ പരിശുദ്ധാത്മാവ് എന്നെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എന്റെ വീട്ടില് സഹായിക്കാനായിട്ട് ഒരാൾ വന്നപ്പോൾ അവര് പിന്നെ വെന്റിക്കോസുകാരാണ്. വന്നപ്പോ അവര് ചില കള്ളങ്ങളും ചില പൊട്ടച്ചൊല്ലുകളും കളികളും കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്ന കൂട്ടത്താണ്. പക്ഷെ ഞാനും അത്ര അറിയാം, ഞാനും ചെന്നങ്ങനെ നിന്ന് അവർ പറഞ്ഞ കാര്യം കേട്ടോണ്ട് നിന്നപ്പോ യേശപ്പൻ അറിയാം ഞാൻ അത് കേൾക്കാൻ പാടില്ലായിരുന്നു. ഞാൻ കേട്ടോണ്ട് നിന്നിട്ട് അവരോട് തന്നെ എനിക്ക് വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുകയാണ്, പിന്നെ സഹോദരി ഞാൻ ഇതാ വരുന്നത്, എനിക്ക് ജോലിയോട് ചെയ്തിട്ട് വരാൻ. അപ്പൊ യേശപ്പൻ എന്റെ ഹൃദയം കണ്ടു. ഞാൻ വെപ്രാളം പിടിച്ച് വീണ്ടും കേൾക്കാൻ പോവാനുള്ള വെപ്രാളം യേശപ്പൻ കാണുകയാണ്. അപ്പൊ എല്ലാം യേശപ്പ അങ്ങനെ രണ്ടു വിരൽ ചലിച്ചാലും മനസ്സിലാക്കുന്ന നമ്മൾ സ്വർഗത്തിലെ ദൈവം, ആരുടെ ഹൃദയങ്ങളും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എനിക്ക് ഒരുപാട് പാഠങ്ങൾ എനിക്ക് ഇന്നെല്ലാം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പെട്ടെന്ന് ജോലി ഒതുക്കിട്ട് പോവാനായിട്ട് നിന്നപ്പം പെട്ടെന്നൊരു ശബ്ദം, ഇനി പോവരുത് എന്ന് യേശപ്പൻ എന്നോട് പറഞ്ഞു. ഇനി പോവരുത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവരിപ്പൊ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞോണ്ട് നോക്കിയിരിക്കുമല്ലോ, പക്ഷെ ഇനി ഞാൻ അവരോട് പോയി എന്ത് പറയട്ട്, എനിക്ക് യേശപ്പൻ ഇങ്ങനെ പറഞ്ഞത് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല, എന്ത് ചെയ്യട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ ഒരു ബുദ്ധി കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, സൗകര്യം എനിക്കിപ്പോ വരാൻ ഒക്കില്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല. അന്ന് രാത്രി ആയപ്പം പരിശുദ്ധാത്മാവിന്റെ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കാണുന്ന ഒരു കാഴ്ച, വലിയൊരു കുളത്തിനകത്ത് മീനുകൾ കടന്ന് കളിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ ഹൃദയ കണ്ണുകൊണ്ട് കാണുകയാണ്. ഞാനിങ്ങനെ കണ്ണടച്ച് ഞാനിച്ച് പാടിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ പാട്ട് തന്നെ എടുത്തെടുത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് മീനുകളെല്ലാം വെള്ളത്തിൽ കിടന്ന് കളിക്കണം ഞാൻ കാണുകയാണ്. അപ്പോ ഈ മീന് കളിക്കുന്നത് കണ്ട് എന്റെ ഉള്ള് സന്തോഷിക്കുകയാണ്. ഉള്ള് സന്തോഷിച്ച് ഒരു പുഞ്ചിരിയോടെ എന്റെ ഉള്ള് സന്തോഷിക്കുന്നു. ഞാൻ പാട്ട് പാടുന്നു. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോ ഈ മീനുകളെല്ലാം ചത്തു മലന്നു. മീനെല്ലാം ചത്തു മലന്ന് വെള്ളത്തിന് മുകളിൽ ചത്തു മലന്ന് കിടന്നപ്പോ എന്റെ മനസ്സ് അതുപോലെ അങ്ങ് ദുഃഖിക്കുകയും ചെയ്തു, ഹൃദയം ദുഃഖിക്കുകയും ചെയ്തു. അപ്പോഴെന്റെ മനസ്സിന് ദൈവമേ, ഞാൻ അറിയാതെ സന്തോഷിക്കുന്നു, ഞാൻ അറിയാതെ ദുഃഖിക്കുന്നു, എന്താണ് കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉടനെ ദൈവമേ ഇതെന്തായിരിക്കും, ഭയങ്കര വിഷമായി. ഈ മീനെല്ലാം ചത്തു മലന്നപ്പോ എനിക്ക് ഈ മീനുകളെല്ലാം വീണ്ടും കളിക്കണം, എനിക്ക് ഭയങ്കര വിഷമായി. യേശുപ്പ ഇതെന്താണ്? അപ്പോഴും കർത്താവ് പറഞ്ഞ്, നിന്നിൽ നിന്ന് ആത്മാവ്, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര വേദനയായി, ഭയങ്കര വിഷമമായി. കാരണം പാട്ടുപാടി ഇതെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോ എനിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല, വെപ്രാളം വരേശം, ഭയങ്കര വിഷമായി. എന്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയോ, അയ്യോ ഞാൻ എങ്ങനെ പ്രാപിച്ചെടുക്കും പറഞ്ഞ് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, യേശോപ്പ ഈ മീനുകൾ കളിച്ചല്ലാതെ ഞാൻ ഇന്ന് കിടന്ന് ഉറങ്ങില്ല. ഞാൻ ഉറങ്ങണമെങ്കിൽ അപ്പന്റെ കാല് പിടിച്ചതുപോലെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഉറങ്ങണമെങ്കിൽ എന്റെ മീന് കളിക്കണം. ഈ കണ്ട മീന് നന്നായിട്ട് കളിച്ചല്ലാതെ, എന്നെ നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവ് എനിക്ക് കിട്ടിയല്ലാതെ ഞാൻ ഇന്ന് ഉറങ്ങൂല യേശോപ്പ. യേശോപ്പനെ ഞാൻ വിടുകയില്ല,
ഞാൻ ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചിട്ട് കരയും പോലെ പൊട്ടി പൊട്ടി കരഞ്ഞു. എന്റെ യേശുപ്പ എനിക്ക് തന്നേ പറ്റൂ. എന്റെ നഷ്ടപ്പെട്ട ആത്മാവ് എനിക്ക് തിരികെ തരണം. എന്റെ മീന് കളിക്കണം. ഈ കളിച്ചു കിടന്ന മീന് ആ ജീവൻ പ്രാപിച്ച് വീണ്ടും പഴയതുപോലെ കളിക്കണം. എന്റെ ഹൃദയം സന്തോഷിക്കണം. എന്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട് എനിക്ക് തിരികെ തന്നേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഉടനെ മീനുകളെല്ലാം മലന്ന് കിടന്ന് മൂന്ന് കിടന്ന് പഴയതുപോലെ കളികൾ തുടങ്ങി. ഭയങ്കര ഇരട്ടിയായിട്ട് അത് കുതിച്ചാടി കളിക്കണപ്പോ എന്റെ ഹൃദയം താനെ സന്തോഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് ദൈവം മടക്കി തന്നു. അതിനുശേഷം എപ്പോഴും ഈ സമയം വരെയും എന്റെ പരിശുദ്ധാത്മാവൻ ഞാൻ എപ്പോഴും തൊട്ട് അനുഭവിക്കും പോലെയാണ്. നഷ്ടപ്പെടാൻ ഒരു കാരണത്താൽ ഞാൻ അനുവദിക്കാതെ ഞാൻ എന്റെ ഹൃദയത്തെ സൂക്ഷിച്ച് ഞാൻ കൊണ്ട് നടക്കുകയാണ്. നഷ്ടപ്പെട്ട് തിരികെ കിട്ടിയ വേദന എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് അത് എല്ലാവരോടും ഞാൻ പറയും, പരിശുദ്ധാത്മാവിനെ ഒരു കാരണത്താൽ നശിപ്പിക്കാൻ നോക്കരുത്, നഷ്ടപ്പെടുത്താൻ നോക്കരുത്. അതിന്റെ വില അറിഞ്ഞവളാണ് ഞാനെന്ന് ഞാൻ എല്ലാവരും ഉപദേശിക്കുകയും ചെയ്യും. അങ്ങനെയല്ല പിന്നെ എന്റെ ജീവിതത്തിലെ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥന അല്ലാതെ ഒന്നുമില്ല. വിഷയം ഇതാണ്, സകല ജനം സകല മനുഷ്യരും സ്വർഗരാജ്യത്തിലെത്തണം. എപ്പോഴും എന്റെ വീട്ടിലെ പ്രശ്നം എനിക്കില്ല. എനിക്ക് വീട്ടിലെ കാര്യം ശ്രദ്ധയെന്നല്ല, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല. കാരണം യോവിന്റെ ഇതിൽ പറയുന്നത്, യോ സ്നേഹിതന്മാർക്ക് പ്രാർത്ഥിച്ചപ്പോ യോവിന്റെ കുടുംബത്തില് വ്യത്യാസം വന്നത്. അതുപോലെ ഞാൻ കർത്താവിനുള്ളവളായി തീരുമ്പോ എന്റെ മക്കൾക്കും എന്റെ കൊച്ചുമക്കൾക്കും എന്റെ കർത്താവ് തന്നെ കൊടുക്കണം. അതായത് അപ്പന്റെ മക്കൾ അപ്പന്റെ കൊച്ചുമക്കളാണ്. അപ്പനോട് അങ്ങനെ പറയാം, അപ്പൊ എന്റെ മക്കൾ അപ്പന്റെ മക്കളാണ്, എന്റെ കൊച്ചുമക്കൾ അപ്പന്റെ കൊച്ചുമക്കളാണ്. അതുകൊണ്ട് ആ അപ്പനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കരയണവളാണ്. അതാർക്കും അറിഞ്ഞൂടാ. മറ്റുള്ളവർക്ക് വേണ്ടി പൊട്ടി 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 എന്റെ റൂമിനകത്തിരുന്ന് ഏങ്ങി 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 ഞാൻ കരയും. അപ്പൊ കരയുമ്പം എന്റെ കൂടെ ഒരു അനിയത്തിയുണ്ട്. അപ്പൊ അവള് എപ്പോഴും എന്നോട് പറയും, അക്ക ഉറങ്ങണം ഉറങ്ങണം. അവളെ മക്കളൊക്കെ എന്നോട് പറയും ഉറങ്ങണം ഉറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എപ്പോഴും പറയും ഉറങ്ങണം ഉറങ്ങണം എന്ന് പറയും. എനിക്ക് ഉറക്കം പറ്റില്ല, കാരണം എനിക്ക് ആത്മഭാരമാണ്. ആത്മഭാരമാണ് എന്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും ആത്മഭാരം. എനിക്ക് ആത്മാക്കളെ നേടണം, ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കണം. ഞാൻ പറഞ്ഞു, യേശപ്പൻ രക്തം കൊടുത്തു, ഞാൻ കണ്ണുനീര് കൊണ്ട് ഞാൻ ആളുകളെ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്റെ കണ്ണുനീര് ഞാൻ വീഴ്ത്തു. എനിക്ക് രക്തം കൊടുക്കാൻ പറ്റില്ല, ഞാൻ കണ്ണുനീര് അങ്ങനെ കണ്ണുനീര് വീഴ്ത്തി. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയിൽ ഒരു പ്രാവ് കുറവ് പോലെ കുറുവി 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 ഞാൻ ഉറക്കമില്ലാതെ ഇരുന്ന് കരയും. ഒരു ചാരുകസേരയുണ്ട്, അവിടെ വന്നിരുന്ന് കരയും, കട്ടിൽ കിടന്ന് കരയും, ഇരുന്ന് കരയും, നടന്ന് കരയും. അങ്ങനെ ആത്മാക്കളെ എനിക്ക് സ്വർഗത്തിലെത്തിക്കണം എന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പലപ്പോഴും രാത്രി കാലങ്ങളിൽ എന്നെ തട്ടി ഉണർത്തും. അതായത് നിട്ടുന്ന സ്വപ്നങ്ങൾ എന്നെ കാണിക്കും. നിട്ടിപ്പോണ സ്വപ്നങ്ങളും ഭയങ്കര പീഡനങ്ങളും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ എന്നെ കാണിക്കും. ഇത് കണ്ട് നെട്ടിച്ചാടി എത്രയും പ്രാർത്ഥിക്കുന്ന ഞാനാണ്. നെട്ടി ഉണർന്ന് ചാടി എഴുന്നിട്ട് ഞാൻ ചോദിക്കും, കർത്താവേ അപ്പ എന്തിനാണ് ഇപ്പൊ ഈ കാഴ്ചകൾ എന്നെ കാണിച്ചത് എന്ന് ചോദിക്കും. കർത്താവ് പറഞ്ഞു, ആ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ ഇത് ശാന്തമാവും, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പൊ പറഞ്ഞിട്ട് പിന്നെ അപ്പൊ അങ്ങ് പോകും, ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ യേശുപ്പ എന്ന് പറഞ്ഞ് ഈ രാജ്യം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ഞാൻ എന്റെ അപ്പനോട് ചോദിച്ചത്, അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അടുത്തുള്ളവർക്കൊക്കെ ആണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചില്ല, അവർക്ക് വിടുതൽ കിട്ടിയാൽ എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ ഈ ദൂര രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിടുതൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോഴും പറഞ്ഞ്, പ്രാർത്ഥിക്കാൻ നിന്നെ ഏൽപ്പിച്ചത് ഞാനാണ്, നീ അത് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. പിന്നെ വിടുതൽ കൊടുക്കുന്നത് അവരുടെ ഒരുക്കം പോലെ ആയിരിക്കും അവർക്ക് ഞാൻ വിടുതൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ്, പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചത് ഞാനാണ്, നിന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചത് ഞാനാണ്, അത് നീ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. ആരാണോ ആർക്ക് പ്രാർത്ഥിക്കുന്നോ ആരാണോ അവരുടെ വിടുതൽ പോലെ ആയിരിക്കും, അവരുടെ ഒരുക്കം പോലെ ആയിരിക്കും ഞാൻ അവർക്ക് വിടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ആടെയൊക്കെ കൊടുക്കുന്ന ഒരു പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒരു സാക്ഷി പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ സാക്ഷി പുസ്തകം എന്റെ അനുഭവ സാക്ഷി എന്റെ മോൻ എഴുതി. അത് കുറെ ബുക്കുകൾ അടിച്ച് ആൾക്കാർക്ക് കൊടുത്തു. അങ്ങനെ ആൾക്കാർ അതിനെ വായിച്ചിട്ട് എന്നെ നമ്പറിൽ വിളിക്കും. അപ്പോഴ് അവരുടെ വിഷയങ്ങള്, മക്കളെ വിഷയങ്ങള്, കുടുംബ വിഷയങ്ങള്, കുടുംബങ്ങൾ പിരിഞ്ഞു പോണ വിഷയങ്ങള്, മദ്യപാനത്തിന്റെ അങ്ങനെയൊക്കെയും പറഞ്ഞ് എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് അവര് കാര്യം പറയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ ഉപദേശിക്കും. അപ്പോഴൊക്കെല്ലാം അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കിതാണ്, നമുക്ക് സ്വർഗത്തിൽ പോകണം. നമ്മൾ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകില്ല.
നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം, വിശ്വസ്തത ഉണ്ടായിരിക്കണം, നിഷ്കളങ്ക ഹൃദയം നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാനൊക്കെ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. കർത്താവിനോട് നമ്മൾ പറ്റിയിരിക്കണം, എപ്പോഴും ചേർന്നിരിക്കണം, എപ്പോഴും അപ്പനെ അന്വേഷിക്കുന്നവരായിരിക്കണം, മുഖമുഖം കാണും പോലെ അന്വേഷിക്കുന്നവരായിരിക്കണം. അല്ലാതെ നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടെങ്കിലും, കൊട്ടാരം ഉണ്ടെങ്കിലും, കോടികളുണ്ടെങ്കിലും ഒന്നും കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇത് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ 6 അടി മണ്ണ് പോലും നമുക്ക് അടക്കാൻ തന്നാലും ഈ 6 അടി മണ്ണും നമ്മൾ ഇവിടെ തന്നെ കിടക്കും, അതൊന്നും കൊണ്ട് പോകില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭയങ്കര ശക്തിയോട് പറയുന്നത് വിശുദ്ധി, വിശ്വസ്തത, നിഷ്കളങ്ക, അടി ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം, സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞ് പിന്നെ കുടുംബങ്ങളെ ഒന്നിപ്പിക്കും. അവരെയും കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കും, ഒന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുറത്ത് ആർക്കും അറിഞ്ഞുകൂടാ. ചർച്ചിൽ പോവും, എന്റെ മോൻ കൊണ്ടുവരും, ചർച്ചിൽ പോവും, മോൻ കൊണ്ടുവരും. അങ്ങനെ അല്ലാതെ പുറത്തോട്ടോ പോകില്ല. അത് പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴ് എന്നെ കുറിച്ച് ആർക്കും എന്നെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കർത്താവ് പറയാണ്. അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ പ്രാർത്ഥന ജീവിതം ദൈവം എന്നെ ഏൽപ്പിച്ചു. ആശുപത്രിയില് എന്റെ മോൻ പറഞ്ഞ ഇത് പിന്നീട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈ സാക്ഷി എന്റെ പുസ്തകം വായിച്ചിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നത് കൊണ്ട് അവരെ വിളിച്ച് ഇവിടെ ഒരു പ്രാർത്ഥന വെച്ച് നടത്തണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അപ്പൊ അത് എന്റെ മോള് കാനഡയിൽ പോകുന്നുണ്ട്, കൊച്ചുമോള്, അവള് നല്ല പാടും. അപ്പൊ അവള് കാനഡയിൽ പോകുന്നുണ്ടെന്നൊക്കെ എനിക്ക് ഈ ആരാധന പെട്ടെന്ന് നടത്തണമെന്ന്, ദൈവത്തിന്റെ പ്രകാരം നടത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ഈ മുൻവശത്ത് ഒരു സീറ്റൊക്കെ ഇട്ട് ഞാൻ മോനോട് പറഞ്ഞ് മുൻവശത്ത് ഒരു സീറ്റൊക്കെ ഇടണം, അങ്ങനെ ബൾബ് ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ നല്ലൊരു ആരാധന നടത്തണം. ഞാനിങ്ങനെ ഫോൺ വിളിക്കുന്ന ഒരു 10-300 ഒരു കാണും, അവരെയൊക്കെ എനിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ നല്ല സുഖത്തോടെ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ അവസാനം ആൾക്കാരെ പണിക്കൊക്കെ വിളിക്കുകയും പണി ചെയ്യിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ക്ഷീണം പോലെ എന്തോ തോന്നി. എനിക്ക് വലിയ അനുഭവം വന്നില്ലെങ്കിൽ അവർ പറയുന്നു അങ്ങനെ അങ്ങനെ ക്ഷീണം. അതുപോലെ അറിയിക്കാതെ പോലും ദൈവം എന്നെ ഇവിടുന്ന് പോയി കാറിൽ കയറി, ഞാൻ കാറിലിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ എത്താറായപ്പം എനിക്ക് പിന്നീട് ശ്വാസം മുട്ടലുണ്ടായെന്ന് പറയുന്നു. പക്ഷെ ഈ ശ്വാസം മുട്ടൽ എനിക്ക് ഇതുവരെയും വന്നിട്ടുമില്ല. ആദ്യമായിട്ടാണ് അന്ന് അങ്ങനെ വന്നതും. അങ്ങനെ അത് മുതലേ ആശുപത്രിയിൽ കൊണ്ട് പിന്നെ ICUലൊക്കെ ആയി. എല്ലാം ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതെല്ലാം അവർ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്നപ്പം തന്നെ ഈ സീറ്റുകളൊക്കെ ഞാൻ തന്നെ സീറ്റുകളൊക്കെ ഇടിയിച്ചു, അതൊക്കെ ഇട്ട് ചെയ്യേണ്ടതൊക്കെ കുറെ ജോലികളെല്ലാം ഇവിടെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ ആശുപത്രിയിൽ പോയത്. അപ്പൊ ഇതെല്ലാം ദൈവം മുൻകൂട്ടി കണ്ടിരുന്നില്ല, ഇതങ്ങനെ വരണമെന്നും ഇതൊക്കെ ഇങ്ങനെ വേണമെന്നൊക്കെ ദൈവം അത് കണ്ട ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ് അത് ചെയ്തത്. അങ്ങനെ ICUല് പിന്നെ ICUലാണ്. അപ്പൊ അവിടെ എന്തൊക്കെ നടന്നത് എനിക്കറിഞ്ഞൂടാ. എന്നാൽ ICUല് വെച്ച് തന്നെ ഞാൻ മരിച്ചുപോയി. മരിച്ചിട്ട് എന്റെ ആത്മാവ് ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്വർഗം എന്ന് അവിടെ അറിഞ്ഞൂടാ, ആത്മാവ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ ആത്മാവ് ഇങ്ങനെ പൊയ്ക്കോണ്ട് മുകളിലോട്ട് ഒരുപാട് ഉയരങ്ങളില് ഈ ആത്മാവ് പൊയ്ക്കോണ്ടിരിക്കുന്നത് എനിക്കറിയാം ഞാനാണെന്ന്. ഒരു മനുഷ്യരൂപത്തില് ഒരു വെളിച്ചത്തില് അങ്ങനെ ഒരു ആത്മാവ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഞാൻ പറയാണ്, ഇത് ഞാൻ തന്നെയാണ്, ഇത് ഞാനാണ്, ഇത് ഞാൻ തന്നെയാണ്, ഇത് ഞാനാണെന്ന് പറഞ്ഞാണ് ഈ ആത്മാവ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്റെ ആത്മാവാണ് ഈ പോകുന്നത്, എനിക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങ് എത്താറായപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ചിന്തിക്കുന്നു എനിക്കിനി ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, എനിക്കിനി ഭൂമിയിലുള്ളവരൊന്നും എനിക്കിനി കാണാൻ പറ്റില്ല എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഉടനെ തന്നെ ഒരു വെളിച്ചം കാണുന്നു. ആ വെളിച്ചത്തിലേക്ക് ഞാൻ അങ്ങ് മറിഞ്ഞു. അപ്പൊ വെളിച്ചത്തിന് മറിഞ്ഞിട്ട് അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഒരു ഹെലികോപ്റ്ററിൽ തിരിച്ച് ഒരു ചെറിയ പ്ലെയിനിൽ ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൊ അതിനകത്ത് വേറെ ഡ്രൈവറോ പിന്നീട് യാത്രക്കാരും ഞാൻ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ കറങ്ങി ഞാൻ കാണാത്ത സ്ഥലത്തൂടെ ഇങ്ങനെ കറങ്ങി താഴെ വരികയാണ്. അപ്പൊ താഴെ വന്നിട്ട് ഇത് പിന്നെ കാണുന്നൊരു കട്ടില്, ആ കട്ടിലിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോഴ് കർത്താവ് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇത് നിന്റെ 2ാം ജന്മമാണ്. പിന്നെ ഞാൻ ഈ ഉയരന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരണ സമയത്ത് ഒരു ഒച്ചത്തിലൊരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റി. ഇതാണ് ശബ്ദം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടിരുന്നു എന്നൊരു ശബ്ദം ഇങ്ങനെ കേട്ടു. അവിടെ നിന്ന് വീണ്ടും ഈ പ്ലെയിൻ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരികയായിരുന്നു. അങ്ങനെ വന്നു, ഞാൻ കട്ടിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴ് എന്റെ കർത്താവ് എന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇത് നിന്റെ 2ാം ജന്മമാണ്.
പിന്നെ നീ ആരാണെന്ന് നിന്നെ കുറിച്ച് പുറത്ത് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിന്നെ പുറലോകം അറിയേണ്ടതിന് എനിക്ക് നിന്നോട് ചെയ്യേണ്ടി വന്നു. അതായത് രോഗത്താലാണ് എന്നെ പുറലോകം ദൈവം അറിയിക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നു പറഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങ് കണ്ണു തുറന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി തന്നെ ദൈവാത്മാവ് എന്റെ ആത്മാവിൽ പറയുകയാണ്, സാക്ഷി നീ ലോകത്ത് എന്ന് സാക്ഷി എന്ന ഒരു എന്റെ ആത്മാവിൽ ഇങ്ങനെ ഉണർത്തിയിട്ട് സാക്ഷി ബുക്കെന്നും എന്റെ മനസ്സിൽ ഉണർത്തുകയാണ് ചെയ്യണം. അതോടുകൂടി എനിക്ക് നല്ല ഓർമ്മ പിന്നെ വരികയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച് എന്താണ് സാക്ഷിയുടെ കാര്യം, പിന്നെ ലോകത്ത് സാക്ഷി അങ്ങനെ ഒരു അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഇതിന് ബുക്കൊക്കെ അടിച്ചിറക്കിയല്ലോ, അതെല്ലാം കൊടുത്ത് ആൾക്കാർ വിളിക്കുന്നുണ്ട്, പിന്നെ അത് മതി, ഇനി ഞാൻ വേറെ ഒന്നിനും ഞാൻ ഇറങ്ങുന്നില്ല, എനിക്കിനി 10-70 വയസ്സായി, ഇനി എന്തോന്ന് വേറെ ബുക്കിന് എന്തിനാണ് അടിക്കുന്നത്, എന്റെ ആവശ്യമില്ല എന്ന് ഇങ്ങനെ ഞാൻ ചിന്തിക്കണം. അപ്പോഴും ഒരു ഭാഷ എന്റെ മുന്നിൽ കാണിച്ചു. ഞങ്ങളെ ചർച്ചിലുള്ള ഭാഷ, അത് ഈ നടത്തുന്ന ഭാഷ അല്ല, മറ്റൊരു ഭാഷ കാണിച്ച് വളരെ ദൈവമായിട്ട് വളരെ അടുപ്പം, ഒരുപാട് ദൈവത്തെ കുറിച്ച് അറിയാവുന്ന ഒരുപാട് സഭകളുള്ള ഒരു ദൈവദാസനാണ് എന്നെ കാണിച്ചത്. അപ്പോഴെനിക്ക് മനസ്സിന് സമാധാനം വന്ന ആ ഭാഷയുടെ കൂടെ തന്നെ ഇങ്ങനെ ലോകത്ത് സാക്ഷിയാവണമെന്നുള്ള ഒരു വാചകം ഇങ്ങനെ ബുക്കിൽ കിടപ്പുണ്ട്. നമുക്ക് ഇതെങ്ങനെയെങ്കിലും ലോകം അറിയുന്ന ഈ സാക്ഷി നമുക്ക് എങ്ങനെയെങ്കിലും അത് ചെയ്തേ പറ്റും. അതിനെന്താണ് വഴി എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ലോകം അറിയണ സാക്ഷിക്ക് മൊബൈലിൽ കൂടെ തന്നെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അത് ചെയ്യാൻ ആന്റി അതിനെ കുറിച്ച് ടെൻഷൻ പിടിക്കേണ്ടെന്ന് എന്നോട് സമാധാനപ്പെടുത്തിയപ്പോ എനിക്ക് സമാധാനമായി. അങ്ങനെ ഞങ്ങളെ വീട്ടിലൊരു ആരാധന വെച്ചതാണ് ഇപ്പൊ വീഡിയോയിൽ പിടിച്ച് നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്റെ മനസ്സിനകത്ത് വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, സകല ജനങ്ങള് അറിയുന്ന രീതിയിൽ ഈ സാക്ഷി പുറത്തു പോകണം. അതിന് എന്ത് ചെയ്യാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കും. ഇവിടെ പിന്നെ രജനി സിസ്റ്ററോട് ഞാൻ ഇങ്ങനെ പറയും, എങ്ങനെ ഈ സാക്ഷി ഇത് പുറത്തു പോകണം, ഇതെങ്ങനെ പോയേ പറ്റൂ, അതെങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശപ്പന്റെ ആഗ്രഹമാണ് അത് ചെയ്തേ പറ്റും. അതിനാണ് ഞാൻ 2ാം ജന്മം എനിക്ക് ദൈവം തന്നതിന് തിരിച്ച് മടക്കി കൊണ്ടുവന്നത് അതിന് വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. ദൈവം എന്നെ കൊണ്ട് ഈ മരണത്തിൽ നിന്നും എന്നെ ദൈവം രക്ഷിച്ച് കൊണ്ടുവന്നത് മറ്റുള്ളവർക്ക് ഈ സത്യ ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കാനും സുവിശേഷം എല്ലായിടം എത്തിക്കാനാണ് എന്റെ കർത്താവ് 2ാം ജന്മം തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളത് ആയതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റും, എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഈ നിമിഷം വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സാക്ഷി എല്ലാവരും അറിയണം എന്നുള്ളതാണ് സാക്ഷി, എന്റെ അനുഭവങ്ങളും സാക്ഷികളും എല്ലാം അറിയണം. അതിൽ തുടർന്ന് എന്റെ ഒറ്റ ആഗ്രഹം, ഒറ്റ കുഞ്ഞുങ്ങളും നശിച്ചു പോവാതെ എല്ലാവരും സ്വർഗരാജ്യത്തെത്തണം. എന്റെ ഈ സാക്ഷി കേൾക്കുമ്പോൾ എല്ലാവരും സ്വർഗരാജ്യത്തെത്തണം, വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അവര് വിശുദ്ധിയിലും നിഷ്കളങ്കതയോടെ വിശ്വസ്തോടുകൂടി വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അവർ സ്വർഗരാജ്യത്തെത്തണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അത് മാത്രമല്ല, പിന്നെ എന്നെ ദൈവം ഒരു കാഴ്ച എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഒരു തീയിൽ എന്നെ ഇങ്ങനെ ഇട്ട് വേവിക്കുന്ന, തീയിലിട്ട് ചുടണ ഒരു അനുഭവം. തീ കനലായിട്ട് തീ ഇങ്ങനെ ചുട്ട് എന്നുവെച്ചാൽ കണ്ടാൽ നല്ല തീ എന്ന് തന്നെ തോന്നുള്ളൂ, എന്നാ ഞാനാണ്. അങ്ങനെ ഒരു മനുഷ്യ രൂപത്തിൽ ഞാൻ കിടക്കുന്നു, അങ്ങനെ തീയിൽ. അപ്പൊ ഞാൻ പറയണം, ഞാൻ ഇത് ഇങ്ങനെ തീയിൽ കിടക്കണം. അത് കുറച്ച് കഴിഞ്ഞപ്പോ അതിനെ നീക്കി വെച്ച് ഈ ചുറ്റിൽ കൊണ്ട് അടിക്കും പോലെ എന്തോന്നോ കൊണ്ട് അതിനെ അടിച്ച് ചപ്പി അങ്ങനെ നീക്കി വേറൊരു സാധനം വെച്ച് നീക്കി കൊടുത്ത് വീണ്ടും അടിച്ച് പിന്നെയും നീക്കി കൊടുത്ത് വീണ്ടും അടിച്ച് അങ്ങനെ അടിച്ചടിച്ച് ചപ്പി അതിനൊരു മാലയാക്കി എന്റെ കഴുത്തിൽ കൊണ്ട് ഇട്ട് തന്നു. അങ്ങനെ വലിയൊരു മാലയാക്കി എന്റെ കഴുത്തിൽ കൊണ്ട് ഇട്ടു. അപ്പൊ ഇട്ട് തന്നപ്പോഴത്തേക്ക് ആൾക്കാരല്ല ഈ മാല കാണാനായിട്ട് വന്നു. മാല കാണാനായിട്ട് എല്ലാവരും വന്ന് നോക്കിയിട്ട് പറയുകയാണ്. അപ്പൊ ഈ മാലയുടെ പേരെനിക്കറിയാം. എല്ലാവരും നോക്കിയിട്ട് പറയാണ്, പിടിച്ചു നോക്കിയിട്ട് പറയാണ്, ഈ മാലയുടെ പേരെന്തെന്നോ. അപ്പൊ ചിലർ പറയാണ്, ഇതാണ് ചരപ്പുളി മാല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞ് അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പിന്നത്തേല് ചില നാളുകൾ പറഞ്ഞപ്പോ ആരോട് ചോദിച്ചു കാഴ്ച കണ്ട. അപ്പൊ അവര് പറഞ്ഞു, അത് ബൈബിളിൽ അങ്ങനെ ഉണ്ട്, ചരപ്പുളി മാലയെ കുറിച്ച് ബൈബിളിൽ. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞില്ല. അങ്ങനെ ഒരു കാഴ്ച എന്ന് പറയാൻ, കർത്താവ് എന്നെ ശോധന ചെയ്ത് നന്നായിട്ട് തീയില് ശോധന ചെയ്ത് കർത്താവ് എന്നെ നല്ലൊരു പൊന്നാക്കി എന്നെ പുറത്ത് കൊണ്ടുവന്ന ഒരു അനുഭവമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അങ്ങനെ ദൈവം ആ സമയത്ത് ഇന്ന് നോക്കാമെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു യോഗ്യത സ്ഥാനത്ത് ഞങ്ങൾ നല്ല മനോഹരമായ ഒരു ആരാധന വയ്ക്കാൻ ദൈവം സഹായിച്ച് എന്റെ സാക്ഷി അങ്ങനെ കുറച്ച് പുറത്തിറങ്ങി, ബുക്ക് വായിച്ച് കുറെ സാക്ഷി പുറത്തിറങ്ങി. ഇപ്പൊ ഈ നമ്മളെ ഈ പാഷുമായിട്ട് ഞങ്ങൾ പരിചയപ്പെടാനും എന്റെ ഈ സാക്ഷി പാസ് മുഖാന്തരം ഇത് പുറത്ത് വിടുന്നതിൽ ഏറ്റവും എനിക്ക് വളരെ സന്തോഷം, നന്ദിയും
എല്ലാം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇനിയും തുടരുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. പാസ്റ്റർ കുടുംബത്തിന് വേണ്ടി ഞാൻ വളരെയധികം ഞാൻ പ്രാർത്ഥിക്കും. പാസ്റ്റർ എനിക്ക് ഇതിനൊരു അവസരം ഒരുക്കി തന്നെ ഞാൻ ഒരിക്കലും മറക്കൂല. പാസ്റ്റർ ഞാൻ പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കും. ഒരിക്കലും ചിന്തിക്കാത്തതായ ഒരു ഭാഗ്യമാണ് പാസ്റ്റർ എനിക്ക് ചെയ്തത്. അതുകൊണ്ട് പാസ്റ്റർ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ചെയ്യുന്നത്. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിലെ അനുഭവത്തിന്റെ ഏടുകളിലൂടെ കണ്ടെത്തിയതായ അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ രുചിച്ചറിഞ്ഞ ആ കർത്താവിന്റെ സ്നേഹത്തെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസിപ്രിയ ബേബി സരോജ ആന്റിയെ ദൈവം ഉപയോഗിച്ചതോർത്ത് ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ കടന്നുപോയ കഷ്ടതകളുടെയൊക്കെ നടുവില് തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവം നിർത്തിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ആത്മീയ ജീവിതം, തലമുറകൾ, ശുശ്രൂഷ തലങ്ങൾ ഒക്കെ ദൈവം തുറന്നു തന്ന് വീണ്ടും ഒരു ജീവിതം കൂടി ദൈവം ദാനമായി നൽകി തന്ന് ആ നല്ല അനുഭവങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി പങ്കുവച്ചതിന് കർത്താവിൻ്റെ ദാസി ബേബി സരോജ ആന്റിയോടുള്ളതായി നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, പ്രയോജനപ്പെടുവാൻ ദൈവം നാം ഉയർത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അരോമ TV-യിലെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയ ബേബി സരോജ ആന്റി ഒരു വാക്കില് പ്രാർത്ഥിക്കാം. ആമേന്. ദൈവത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ ശ്രോതാക്കളും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ബേബി സരോജ ആന്റി ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു അപ്പാ. ഈ നല്ല സമയത്തിനായി അങ്ങേ നോക്കി സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പാ ഈ കർത്താവേ വീഡിയോയിൽ കൂടെ കർത്താവേ എനിക്കിങ്ങനെ സാക്ഷീകരിക്കുവാനുള്ള ഒരു ഭാഗ്യം എന്റെ കർത്താവ് ഒരുക്കി തന്നല്ലോ. അപ്പാ എന്റെ ഈ ദൈവദാസനെ എനിക്ക് വേണ്ടി അപ്പച്ച അവിടെ കണ്ടിരുന്നതിനായി ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ എന്റെ ജീവിതത്തിലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പാ, ഞാൻ എങ്ങനെ ലോകം അറിയുന്ന ഈ സാക്ഷി ഞാൻ എങ്ങനെ പുറത്തു വിടട്ടെ. എന്റെ യേശപ്പൻ എന്നെ എന്തിനാണ് കൊണ്ടുവന്നത്? രണ്ടാം ജന്മം തന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. ഞാൻ ഇത് ചെയ്യാതെ ഇരുന്നാൽ ഞാൻ എന്ത് ചെയ്യട്ടെ? എനിക്ക് അറിവില്ല, പഠിത്തമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സാഹചര്യത്തില് എന്റെ പൊന്നപ്പച്ചൻ, എല്ലാം അറിയുന്ന എന്റെ അപ്പച്ചന് എനിക്ക് വേണ്ടി ആ ഈ ദൈവദാസനെ എനിക്ക് വേണ്ടി ഒരുക്കി തന്നതിന് എനിക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പ. തുടർന്ന് ഈ ദൈവദാസന് ഇനിയും യേശപ്പ ഇത് അധികമായി ഇതുപോലെ ചെയ്യുവാൻ, ഇതുപോലെ ഇരിക്കുന്നവരുടെ അനുഭവങ്ങൾ, സാക്ഷികൾ കർത്താവേ അനേക രാജ്യങ്ങളിൽ പോവാൻ ഈ ദൈവദാസന്റെ കൂടെ അപ്പച്ചനെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. അരുമനാഥനെ സ്തോത്രം അപ്പച്ച, സ്തുതിക്കുന്നപ്പ. എനിക്ക് എത്ര തോരാതെ പറഞ്ഞാലും മതിയാവൂലപ്പ. ദൈവമേ സ്തുതിക്കുന്നു കർത്താവെ. ഭാഷ കുടുംബത്തിന് അപ്പാ, ഭാര്യയും കുടുംബവും കർത്താവെ, കുഞ്ഞുങ്ങളെ എല്ലാം യേശപ്പ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വളരെ അനുഗ്രഹിക്കണമേ. ഭാവിയും തലമുറയൊക്കെ അനുഗ്രഹിക്കണേ അപ്പാ. ഈ ദൈവദാസന്റെ ശുശ്രൂഷകളെല്ലാം അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥനെ. യേശുവപ്പ സ്തുതിക്കുന്ന അനേക പേരുടെ സാക്ഷി അനേക രാജ്യങ്ങളിലേക്ക് പോകട്ടപ്പ. അനേക പേര് കർത്താവെയും അവർ മാനസാന്തപ്പെട്ട് ദൈവരാജ്യത്തിലെ അവകാശികളായി തീരുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുപ്പച്ചന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. മാനവും മഹത്വവും യഹോവ എടുക്കണമെന്ന് യേശുവിന്റെ നാമത്തില് അടിയന്റെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി സരോജ ആന്റി, ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും അരോമ TV-യിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുക സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയോടും കുടുംബത്തുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് പിന്നെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രത്തോളം ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാം മഹിമപ്പെടുവാനിടയായിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങൾ ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമുക്ക് ആമേൻ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ആമേൻ. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com